السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد صلى الله عليه وسلم وآله وصحابه الفائزين بذل الله أما بعد. ആദരണീയരായ ഉസ്താദന്മാര്, സ്നേഹനിധികളായ സഹോദര സഹോദരിമാർ, പ്രത്യേകിച്ച് KMICയുടെ റേഡിയോ ശ്രോതാക്കളായ സുഹൃത്തുക്കൾ, അൽഹംദുലില്ലാഹ് നമ്മുടെ പ്രഭാതത്തിലുള്ള നമ്മുടെ ആത്മീയമായ സദസ്സ് മൗലിദും സലാത്തും അസ്മാഉൽ ബദറും കുണ്ടൂർ ഉസ്താദിന്റെ ബൈത്തും എല്ലാം ചൊല്ലി വിശാലമായ ദുആയും കഴിഞ്ഞു. അല്ലാഹു തആല അതെല്ലാം നമ്മളിൽ നിന്ന് സ്വീകരിച്ച് നാലാഖിറത്തിൽ പ്രതിഫലം കിട്ടുന്ന അമലുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി മഹാന്മാരെ സ്നേഹിച്ചതിന്റെ ഭാഗമായി അവരുടെ പേരിൽ നാം ചൊല്ലിയ മൗലിദും ബദർ ബൈത്തും മറ്റു ബൈത്തുകളൊക്കെയും അല്ലാഹു തആല അത് കാരണം നാളെ സ്വർഗീയ ലോകത്ത് കുടുംബമിത്രാദികൾ സഹായിച്ചവർ, സ്നേഹിച്ചവർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, KMICയുടെ മുഴുവൻ കുടുംബമിത്രാദികൾ, ശ്രോതാക്കൾ എല്ലാവരോടൊപ്പം സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂടാൻ അള്ളാഹു തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് അൽഹംദുലില്ലാഹ് എല്ലാവരും ലോകത്തിന്റെ എല്ലാ ഭാഗത്തുള്ളവരും റമളാനും 6 നോമ്പൊക്കെ കഴിഞ്ഞു നല്ല റാഹത്തിലായിരുന്നു. ഇതുവരെക്കും ക്ലാസ് എടുക്കുമ്പോ കേൾക്കുന്നവർക്കും ഒരു ക്ഷീണം, പറയുന്നവർക്കും ക്ഷീണം, നോമ്പ് കാരണം അതെല്ലാം അവസാനിച്ചിട്ടുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അള്ളാഹു എല്ലാം സ്വീകരിക്കുമാറാവട്ടെ. പിന്നെ പലവരുടെയും അഭിപ്രായം പരിഗണിച്ച് നമ്മൾ മൗലിദിന്റെ മുമ്പേ ഒരല്പസമയം ദൈനംദിനം ജീവിതത്തിൽ നിർബന്ധമായ 5 വഖ്ത് നിസ്കാരം, അത് ഇന്ന് നിസ്കരിക്കുന്നവർ ഇഷ്ടം പോലെയുണ്ടെങ്കിലും അതിലെ പ്രധാനപ്പെട്ട പല സുന്നത്തുകളും നഷ്ടപ്പെട്ടു പോകുന്ന രൂപത്തിലുള്ള കോപ്രായിത്തരങ്ങളാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പലവരുടെയും നിസ്കാരങ്ങൾ എത്തുന്നുണ്ട്. അതിനു പ്രധാനപ്പെട്ട ഒരു കാരണം അത് പറഞ്ഞ് അതിനു വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ നൽകി അതിനെ ഒരു പ്രോത്സാഹിപ്പിക്കുന്ന ഒരു അവസ്ഥ ഇന്ന് പൊതുവിൽ നമ്മുടെ മഹല്ലത്തുകളിലൊക്കെയും ഇല്ലാതെയായിട്ടുണ്ട്. പഴയ കാലത്തൊക്കെയും മദ്രസകളിൽ കുട്ടികൾക്ക് നിസ്കാരത്തിന്റെ രൂപം, യഥാർത്ഥമായ രൂപം കാണിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് ഭൗതികമായ വിദ്യാഭ്യാസം കാരണം അതിനൊന്നും മദ്രസകളിൽ സമയം കിട്ടുന്നില്ല. എന്നാൽ കിട്ടുന്ന ചില ഉസ്താദന്മാരെ ആക്ഷേപിക്കുക അല്ലെങ്കിൽ അഭിപ്രായ പ്രകടനം നടത്തുക മോശമാണെന്നറിയാം. പല വൈകുന്നേരത്തൊക്കെയും ക്ലാസുകളുള്ള മദ്രസകളിൽ തന്നെ കുട്ടികൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോ മുമ്പൊക്കെയും ഉസ്താദന്മാര് ബാക്കിൽ നിന്നിങ്ങനെ നോക്കും, എങ്ങനെയാണ് തക്ബീറത്തുൽ ഇഹ്റാം ചെല്ലുമ്പോ കൈ ഉയർത്തുന്നത്, എങ്ങനെയാണ് അത്തഹിയാത്തിന് ഇരിക്കുന്നത്, എങ്ങനെയാണ് സുജൂദിൽ കാല് വെക്കുന്നത്, ഇതൊക്കെയും നോക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ദുഃഖകരമായി വളരെ വിഷമത്തോടുകൂടെ പ്രയാസത്തോടുകൂടെ പറയട്ടെ, നമ്മുടെ ചില ഉസ്താദന്മാർക്ക് കുട്ടികളെ നിസ്കരിക്കാൻ വേണ്ടി ഒരാളെ ഇമാമും മറ്റുള്ളവരെ മൗമൂമുമായി നിസ്കരിപ്പിക്കാം, പള്ളിയിലേക്ക് കയറ്റും. അപ്പോഴും ഈ മൊബൈലിൽ നോക്കുന്ന അല്ലെങ്കിൽ മൊബൈലിൽ കളിക്കുന്ന ഒരു സാഹചര്യം, കുട്ടികൾ നിസ്കരിച്ച് സലാം വീട്ടുന്ന എല്ലാവരും പാടെ പുറത്തേക്ക് ഇറങ്ങുന്നു. അപ്പോൾ കോച്ചിങ് കൊടുക്കാൻ അല്ലെങ്കിൽ ട്രെയിനിങ് കൊടുക്കാൻ ആളുകൾ കുറവായതാണ്. അതിന് പലവരും തയ്യാറാവാത്തതാണ് ഇന്ന് നിസ്കാരങ്ങളിലൊക്കെ ഈ കോപ്രായിത്തരങ്ങൾ വരാൻ കാരണം. അൽഹംദുലില്ലാഹ് നമുക്കറിയാമല്ലോ, നമ്മുടെ KMICയിൽ പല കാര്യങ്ങളും പറഞ്ഞപ്പോ അതെല്ലാം ഇൻഷാ അല്ലാഹ് ഇനി ജീവിതത്തിൽ ശ്രദ്ധിക്കുമെന്ന് പറഞ്ഞ എത്രയോ മുഅ്മിനീങ്ങളുണ്ട്. അപ്പോൾ പറയാത്തത് ഇതിന് വ്യക്തമായ ഒരു കാരണമാണെന്ന് സാന്ദർഭികമായി നിങ്ങൾക്കൊക്കെയും അറിയുന്നത് പോലെ ഞാൻ ഉണർത്തുകയാണ്. ഏതായിരുന്നാലും എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാര്
ആദ്യം ഇതിൽ ഭൂരിപക്ഷവും സഹോദരന്മാരാണ് ക്ലാസ് റൂമിലെ ശ്രോതാക്കൾ, സഹോദരിമാരും ഉണ്ട്. എന്നാൽ കൂടുതലും സഹോദരന്മാരാണ്. ആ ഉള്ളവരിൽ നിന്ന് ബഹുഭൂരിപക്ഷവും ഗൾഫുകാരാണ്. നാട്ടിൽ ഇരുന്ന് ക്ലാസ് കേൾക്കുന്നവർ വളരെ കുറവാണ്. ഇന്നലെ ഒരു സ്ഥലത്തേക്ക് ഒരു മദ്രസ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട ഒരു സദസ്സിലേക്ക് ചെന്നപ്പോ ഗൾഫിൽ നിന്ന് ക്ലാസ് കേൾക്കുന്ന ഒരുപാട് ഉസ്താദന്മാരെയും ഒരുപാട് പ്രവർത്തകരെയും കണ്ടു. കൂട്ടത്തില് നമ്മളെ രാത്രി 2 മണിക്ക് ഹദ്ദാദിന് നേതൃത്വം നൽകിയിരുന്ന അബൂ ഷാഹിദോ ഐഡിയയിലുള്ള ഉസ്താദ്, ആ ഉസ്താദിനെയും കണ്ടു. അപ്പൊ ഞാൻ മൂപ്പരോട് ചോദിച്ചു, എന്താപ്പോ നാട്ടിൽ വന്നപ്പോ ഹദ്ദാദൊക്കെ നിർത്തിയോന്ന് ചോദിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ, രാത്രി 2 മണിക്ക് അബൂ സഹദ ഓന്നല്ലേ 313 എന്ന ഐഡിയയിലുള്ള ഉസ്താദ്. മൂപ്പരാൻ കണ്ട എന്താപ്പോ ഹദ്ദാദൊക്കെ നിർത്തിയോ നാട്ടിൽ വന്നപ്പോ? അല്ലല്ല, നാട്ടിൽ വന്നപ്പോ നെറ്റ് കിട്ടാനില്ല. സുബ്ഹാനല്ലാഹ്. അപ്പോ ഗൾഫുകാർക്കുള്ള വലിയൊരു വിഷയമാണ് നാട്ടിൽ എന്തില്ല, റേഞ്ച് കിട്ടുന്നില്ല, നെറ്റ് സ്പീഡില്ല. അപ്പൊ ഞാൻ പറയുന്നത് ഭൂരിപക്ഷവും ഗൾഫുകാരാണ്. അവരോട് ഞാനൊരു കാര്യം ആമുഖമായി ഉണർത്തുകയാണ്. നമ്മള് കുറെ കാലം ഗൾഫിൽ നിന്ന് വെറും കയ്യോടുകൂടെ നാട്ടിലേക്ക് തിരിച്ചു പോരുന്ന സാഹചര്യം ഇല്ലാതിരിക്കാൻ ഭൗതികമായി എനിക്ക് കൂടുതലൊന്നും സമ്പാദിക്കാൻ സാധിച്ചില്ലെങ്കിലും ഗൾഫ് ജീവിതം കാരണം ഒരു KMIC-യുമായുള്ള ബന്ധത്തിലൂടെ എനിക്കൊരുപാട് മതപരമായ വിവരങ്ങൾ, അല്ലെങ്കിൽ നിസ്കരിക്കുമ്പോഴുള്ള സുന്നത്തുകൾ, വുളൂഅ് ചെയ്യുമ്പോഴുള്ള സുന്നത്തുകളൊക്കെയും പഠിക്കാൻ എനിക്ക് സാധിച്ചു. ഇതൊക്കെയും ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഭാര്യക്കും മക്കൾക്കും എൻ്റെ വീട്ടിലുള്ളവർക്കും ഞാൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കട്ടെ എന്നുള്ള ഒരു ചിന്ത നമുക്ക് വേണം എന്ന് പറഞ്ഞ് ഞാൻ നമ്മുടെ നിസ്കാരത്തിന്റെ തുടക്കം, അതുപോലെ തന്നെ നിസ്കാരത്തിന്റെ അവസാനവും അത് വളരെ ഒരു മഹത്തമായ വിഷയമാണ്. കാരണം നിസ്കാരത്തിന്റെ തുടക്കത്തിലുള്ള തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുന്ന സമയത്തുള്ള കയ്യുയർത്തൽ, അതിന്റെ പിന്നിൽ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടുന്ന നേരത്ത്, അല്ലെ, നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടുന്ന മുമ്പായി അത്തഹിയ്യാത്ത് ഓതുമ്പോ ആ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുമ്പോ ആ ഇല്ലല്ലാ എന്ന് പറയുന്ന നേരത്ത് കയ്യുയർത്തലും ആ കൈവിരലിലേക്ക് നോക്കുന്നതിലൊക്കെയും വലിയ വലിയ ചിന്തകളിലേക്ക്, അല്ലാഹു തആലയുമായി ബന്ധപ്പെട്ട ചിന്തകളിലേക്ക് എത്തിച്ചേരാൻ അത് കാരണമായി തീരുന്നു. ഒരു മിനിറ്റോ സ്മനാജി, ഒരു മിനിറ്റ്. ആരെങ്കിലും ഒന്ന് മുസ്തഫ ആലൂർ ഒന്ന് മൈക്കയിലേക്ക് ഒരു 5 മിനിറ്റ്. ഞാൻ വീട്ടിലൊരാൾ വന്നിട്ടുണ്ട്. ആലൂര് ശബ്ദം കേൾക്കുന്നുണ്ടോ? ഒന്ന് മൈക്കയിലേക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്. ഉസ്താദിനോട് രാവിലെ ഉസ്താദ് മൗലൂദിന് ശേഷമുള്ള കുറച്ച് നേരത്തെ ഒരു 10 മിനിറ്റുള്ള ക്ലാസ്, അത് പലർക്കും കേൾക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞിരുന്നതിന് അതനുസരിച്ചാണ് ഉസ്താദ് ഇപ്പൊ ഈ സമയത്ത് വിഷയം പറയുന്നത്. എല്ലാവരും ആ സമയത്ത് കേൾക്കാൻ കഴിയാത്തവർ, കേട്ടവർ ഈ സമയത്ത് കേൾക്കാൻ അത് സമയം കണ്ടെത്തണം, അത് കേൾക്കണം. ഉസ്താദിന്റെ വിഷയങ്ങള് നമുക്കറിയാം, ഉസ്താദിന്റെ വിഷയങ്ങൾ നമുക്ക് നിർബന്ധമായി നമ്മൾ കേട്ടിരിക്കേണ്ട വിഷയങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ നിസ്കരിക്കുമ്പോഴൊക്കെ നല്ല സ്വഹയായ രീതിയിൽ റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്ന രീതിയിലുള്ള ഒരു നിസ്കാരം നമുക്ക് നിസ്കരിക്കണം, അല്ലേ? നമ്മൾ പഠിച്ച അതേ പാടെ നമ്മൾ നിസ്കരിക്കുമ്പോൾ എത്രയോ തെറ്റുകളുണ്ട്. ഒരു വണ്ടി ഇങ്ങനെ സ്റ്റെയറിംഗ് ഒന്നും പിടിക്കാതെ ഇങ്ങനെ പോവാണെങ്കിൽ കറണ്ട് പോയാൽ പിന്നെ നേരെ ഓടുമെന്ന് തെറ്റിയിട്ടൊക്കെ പോവാ. എന്നതുപോലെ നമ്മളിങ്ങനെ പഠിച്ചതുപോലെ ഇങ്ങനെ പോകുമ്പോ ഇങ്ങനെ വഴി തെറ്റിയിട്ട് ഇങ്ങനെ തെറ്റുകൾ ഇങ്ങനെ വന്ന് കൂടും, നമുക്കത് മറന്നു പോകുന്നതാണ് അങ്ങനെ ആ വിഷയങ്ങൾ. അപ്പോൾ വീണ്ടും നമുക്ക് ഉസ്താദിന്റെ ക്ലാസ് ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ നമുക്കത് തിരുത്താൻ സാധിക്കുകയും അതിന് മുന്നേ പഠിക്കാൻ സാധിക്കുകയും ചെയ്യും. ചെറുപ്പത്തിൽ പഠിച്ച എത്രയോ കാര്യങ്ങള് മറന്നവരുണ്ടാവും, പഠിക്കാത്തവരുണ്ടാവും. ഒരുപാട് വിഷയങ്ങൾ ഇപ്പോ ആ ചെറുപ്പത്തിൽ പഠിക്കാത്ത നമുക്ക് പഠിക്കാൻ സാധിക്കുന്നുണ്ട്, അൽഹംദുലില്ലാഹ്. അപ്പൊ നമ്മളിത് നിർബന്ധമായി ഉസ്താദിന്റെ ക്ലാസ് കേൾക്കണം. അത് കേൾക്കാൻ കഴിയാത്തവരുണ്ടെങ്കിൽ നമ്മുടെ സൈറ്റിലത് ഈ ക്ലാസ് ഉസ്താദിന്റെ എല്ലാ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാല് നിങ്ങൾക്ക് അത് കിട്ടും. അതല്ലെങ്കിൽ ഉസ്താദിന്റെ പേര് അബുറയ്യാന്ന് 120 അടിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് ഉസ്താദിന്റെ ക്ലാസ്സുകൾ കേൾക്കാൻ സാധിക്കും.
എല്ലാവരും നിങ്ങളുടെ കൂട്ടുകാരോടൊക്കെ ഇത് പറഞ്ഞുകൊണ്ട് ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും കേൾക്കാൻ ഒരുങ്ങണം. കാരണം നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ എത്രയോ തെറ്റുകൾ വരുന്നുണ്ട്. അശ്രദ്ധയായിട്ട് നമ്മൾ നിസ്കരിക്കുമ്പോൾ വയലുള്ളിൽ മുസല്ലീൻ എന്ന് പറയുന്നത് നിസ്കരിക്കുന്നവർക്കാണ് നരകം അല്ലേ? ആ ഒരു വിഷയം നമുക്ക് പാടില്ല. നമ്മൾ ചെയ്യുന്ന ഇബാദത്ത് നിസ്കാരത്തിലൂടെ നമ്മൾ നരകത്തിൽ പോകാൻ പാടില്ല, സ്വർഗത്തിലേക്ക് പോകണം. അതിനു വേണ്ടിയിട്ടാണ് നമുക്ക് ഉസ്താദന്മാര് സമയം ഇല്ലെങ്കിലും സമയം ഉണ്ടാക്കിക്കൊണ്ട് നമുക്ക് ക്ലാസ് റൂമിൽ വന്നുകൊണ്ട് ഉസ്താദ് ക്ലാസ് എടുത്തു തരുന്നത്. അതുകൊണ്ട് നമ്മളത് നിർബന്ധമായും പഠിച്ചിരിക്കണം. ക്ലാസ് ഉസ്താദിന്റെ വിഷയങ്ങൾ നമ്മൾ കേട്ടുകൊണ്ട് വേറെ ശ്രദ്ധ ഒന്നും ഇല്ലാതെ. അതുപോലെ ടെസ്റ്റ് അടിക്കുന്നവരൊക്കെ ഉസ്താദ് വിഷയങ്ങൾ പറയുമ്പോൾ മറ്റുള്ള ടെസ്റ്റ് ഒന്നും അടിക്കാതെ ഈ വിഷയത്തോടനുബന്ധിച്ച ടെസ്റ്റ് മാത്രം അടിച്ചുകൊണ്ട് നമ്മൾ സഹകരിക്കണം. നമ്മളൊരു ടെസ്റ്റ് അടിക്കുമ്പോൾ അത് മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നവരുടെ ശ്രദ്ധ മാറിപ്പോകും. അതെല്ലാവരും ശ്രദ്ധിക്കണം. ഈ ഒന്നാമത്തേത് എന്നോട് കൂടിയാണ് ഞാൻ പറയുന്നത്. ഞാനും പലരും അങ്ങനെ ക്ലാസ്സൊക്കെ നല്ല നല്ല സ്പീച്ചുകളൊക്കെ നടക്കുമ്പോൾ നല്ല വിഷയങ്ങളൊക്കെ വരുമ്പോൾ വേറെ ടെസ്റ്റൊക്കെ അടിച്ചിട്ട് ശ്രദ്ധ മാറുന്നുണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാവരും അത് ശ്രദ്ധിക്കണം. കാരണം നാം മുഖാന്തരം ഒരാൾ എൽമ പഠിക്കാൻ മുടങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ കുറ്റം നമുക്ക് കിട്ടും. അതുകൊണ്ട് ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മുടെ പ്രവർത്തകർ തന്നെ അത് മറ്റുള്ളവർക്ക് അത് അറിയിച്ചു കൊടുക്കുകയും വേണം. അവർ പഠിക്കുമ്പോൾ അത് എത്രയോ പേര്, നമ്മൾ മാത്രമല്ല ഇതിന്റെ ഉസ്താദന്മാരടക്കം നമ്മുടെ ഈ KMIC ശ്രദ്ധിക്കുന്നുണ്ട്. പൊന്മൾ ഉസ്താദിന്റെ വീട്ടിൽ നിന്നൊക്കെ ഐഡി ഉണ്ടെന്ന് പറഞ്ഞ പോലെ മർക്കസിൽ നമ്മുടെ KMIC ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ ലോകത്തിന്റെ നാനാഭാഗത്തും വലിയ വലിയ ആലിമ്യങ്ങളും പണ്ഡിതന്മാരൊക്കെ നമ്മുടെ KMIC ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ടെസ്റ്റൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നമ്മൾ ക്ലാസ്സിൽ ശ്രദ്ധിക്കുമ്പോൾ വേറെ ടെസ്റ്റ് ഒന്നും ഇല്ലാതെ വിഷയത്തോടനുബന്ധിച്ചുള്ള ടെസ്റ്റുകൾ മാത്രം അടിക്കുക. ഇൻഷാ അല്ലാഹ് ഉസ്താദ് എത്തിയുണ്ട് മൈക്കറിലേസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം. അപ്പൊ ഏതായിരുന്നാലും നമ്മുടെ ഉള്ള ഇബാദത്ത് ഭംഗിയായി ചെയ്യാനുള്ള ഒരു താല്പര്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകുമാറാവട്ടെ. ഏതായിരുന്നാലും നിസ്കാരത്തിന്റെ തുടക്കം നമുക്കറിയാം, അത് തക്ബീറത്തുൽ ഇഹ്റാം മുതലാണ്. പക്ഷെ ആ നിയ്യത്തിന്റെ മസ്അലകളും കാര്യങ്ങളും ഞാൻ അതിന്റെ ഫർളായ ഒരു ഭാഗത്തേക്കും പ്രവേശിക്കുകയല്ല. നമ്മൾ ചെയ്യുന്ന അമലുകൾ അതൊരു വൃത്തിയായി ചെയ്യാൻ, ഏത് കാര്യവും നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും ഭൗതികമായി എന്ത് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും വൃത്തിയിലാവാനുള്ള താല്പര്യം ഉള്ളതുപോലെ ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന അമലുകൾ ചെയ്യുമ്പോഴും അത് അതിൻ്റെതായ യഥാർത്ഥമായ രൂപത്തിൽ വൃത്തിയിലാവണമെന്ന് നമുക്ക് ഒരു ചിന്ത വേണം. അതുണ്ടായത് കൊണ്ടാണല്ലോ ഇത്തരം ക്ലാസ്സുകളൊക്കെയും ശ്രദ്ധിക്കാനുള്ള താല്പര്യം പലവർക്കും ഉള്ളത്. അപ്പൊ ഏതായിരുന്നാലും ആമുഖമായി ഒരു മസ്അല പറയുന്നത്, തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുന്ന നേരത്ത് കൈ ഉയർത്തുമ്പോൾ ഉള്ള സുന്നത്തുകൾ, അത് ചെറിയവരും വലിയവരും ആണിനും പെണ്ണിനും ചെരിഞ്ഞു കിടന്നു നിസ്കരിക്കുന്നവനും മലർന്നു കിടന്നു നിസ്കരിക്കുന്നവനും അതുപോലെ തന്നെ ഇരുന്നു നിസ്കരിക്കുന്നവനും എല്ലാവർക്കും അത് സുന്നത്താണ്. എല്ലാവർക്കും ആ സുന്നത്തിൽ അവിടെ രണ്ട് രൂപമില്ല. പിന്നെ ഒരു ചെറിയ വ്യത്യാസമുള്ളത്, ഞാനിത് പറയാൻ കാരണം നമ്മുടെ ഇത്തരം സുന്നത്തുകളിൽ ശ്രദ്ധിപ്പിക്കാൻ നമ്മുടെ ഭാര്യയോടും നമ്മുടെ മക്കളോടും നമുക്ക് താല്പര്യമുണ്ടാവാൻ, അതുകൊണ്ട് സ്ത്രീകളും ഈ വിഷയത്തിൽ ഇന്ന് വളരെ ബാക്കിലാണ്. എന്തോ ഒരു എന്തിനാ പറയാ, സ്ത്രീകളൊക്കെ തക്ബീറത്തുൽ ഇഹ്റാം ചെല്ലുമ്പോ കൈ ഉയർത്തുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതൊക്കെയും പറയുമ്പോ നിങ്ങൾ ആദ്യം എന്ത് തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരിച്ച കാലത്ത് മദീനയിൽ കൂടെ നടക്കുമ്പോൾ അങ്ങനെ പെരാന്തരം കയറി ഇറങ്ങി ജനലിന്റെ ഉള്ളിൽ കൂടെ പെണ്ണുങ്ങൾ എന്താണ് തക്ബീറത്തുൽ ഇഹ്റാം ചെല്ലുന്നത് നോക്കുകയാണ്. എന്നിട്ടാണ് ഇപ്പൊ ഇത് പറഞ്ഞത്. ആ നിലക്കൊന്നുമല്ല. എനിക്ക് ബന്ധപ്പെട്ട എത്രയോ സ്ത്രീകൾ എനിക്ക് നോക്കൽ അനുവദനീയമായ സ്ത്രീകളൊക്കെയും തക്ബീറത്തുൽ ഇഹ്റാം ചെല്ലുമ്പോ എന്തോ കയ്യൊന്നും നിങ്ങളെ ചുരുത്തി പിടിച്ചിട്ടുണ്ടോ? ഇല്ലേ? അത് കണ്ടിട്ടില്ല എല്ലാവരും? ഷഹീറെ എങ്ങനെയാണ് ഭാര്യ നിസ്കരിക്കുന്നത് ഒന്ന് നോക്കോന്നിഞ്ഞ് ഒരാ കയ്യൊന്നിങ്ങനെ ചുരുത്തി പിടിച്ച് എന്തോ ഒരു നമ്മൾ കളിയാക്കല്ല, കുത്തം പിടിച്ച കയ്യിന്റെ മാതിരി ഒരു ചുരുത്തി പിടിച്ച അള്ളാഹു അക്ബർ ഒന്നിങ്ങനെ എന്തിനാ പറയാ പൈങ്ങാക്കലിയുടെ കൂതിന്റെ മാതിരി ആയിരിക്കും പല സ്ത്രീകളുടെ കയ്യും. എന്നിട്ടോ ഒരു കൂത്തി പിടിച്ച അള്ളാഹു അക്ബർ അല്ല, അത് മാറ്റണം. ഇത് ഞാന് നോക്കിങ്ങള് നിസ്കാരത്തിൽ കയ്യുയർത്തുക, അതിനെ പറ്റൊന്ന് അല്പം പറയാം. ഏറ്റവും ഭംഗിയുള്ളൊരു വിഷയ മഹാന്മാര് പറയാണ്,
ഒരു ഇബാദത്ത് നമുക്കിത് ഏറ്റവും കൂടുതൽ ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാവലാണ്. സാധുവായ എന്റെ ക്ലാസ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് കുറെ ഇങ്ങനെ പറയല്ല, കുറെ എങ്ങനെ പറയല്ല, ചെയ്യാനുള്ള താല്പര്യം നമുക്കുണ്ടാവണം. അപ്പൊ ഏതായിരുന്നാലും മഹാനായ ഇബ്നു അബ്ദുൽ ബർ റളിയല്ലാഹു തആല അൻഹു മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമയെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുകയാണ്. അന്നഹു ഖാൽ, മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമ പറഞ്ഞു, റഫ്ഉൽ യദൈനി, രണ്ട് കയ്യും ഉയർത്തുക എന്നുള്ളത് അത് മിൻ സീനത്തി സ്വലാത്തി, നിസ്കാരത്തിന്റെ ഒരു ഭംഗിയിൽപ്പെട്ടതാണ്. അപ്പൊ എന്തായി? നിസ്കാരത്തിന്റെ ഒരു ഭംഗിയാണ്. നമ്മൾ ഏത് വിഷയത്തിലും ഭംഗിയാണല്ലോ ഉദ്ദേശിക്കുന്നത്. വീട് പണിയാണെങ്കിലും, വാഹനം എടുക്കുകയാണെങ്കിലും, വസ്ത്രം വാങ്ങുകയാണെങ്കിലും, നിലംപണി എടുക്കുകയാണെങ്കിലും എല്ലാറ്റിലും നമ്മൾ അതിലെ ഭംഗിയാണെന്ന്. നല്ലൊരു വിഭാഗം ആളുകള് വസ്തുവിന്റെ മൂല്യമല്ല നോക്കുന്നത്, ആ ഒരു വസ്തുവിന്റെ ഭംഗി. എന്നാൽ വാസ്തവത്തിൽ ഭംഗിയും മൂല്യവും നോക്കണം. ടൈൽസ് ആയാലും മരമായാലും മറ്റു നിർമ്മാണ വസ്തുക്കളാണെങ്കിലും അതിന്റെ മൂല്യവും നോക്കണം, ഭംഗിയും നോക്കണം. എന്നാൽ നല്ലൊരു വിഭാഗം സാധാരണക്കാര് ഭംഗി പ്രത്യേകം ശ്രദ്ധിക്കും. സാധനം എന്ത് മോശമായാലും മതില്ല, കാണാൻ ഭംഗി അതാണ്. അല്ലേ? കാണാൻ ഭംഗി അതാണ്. കാണാൻ ഭംഗി അവിടെ നിൽക്കട്ടെ, ഭംഗിയേക്കാൾ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മൂല്യത്തിനാണ്. അപ്പൊ ഞാൻ പറയുന്നത് നിസ്കാരത്തിന്റെ ഒരു ഭംഗിയാണ് കയ്യുയർത്തൽ. ആ കയ്യുയർത്തേണ്ട രൂപത്തിൽ കയ്യുയർത്തുക. അല്ലെ? നിങ്ങൾ നോക്കി, ഞാനൊന്ന് നിങ്ങൾക്ക് ഇതിന്റെ ഒരു പോയിന്റ് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. രണ്ടാളെ ഇതൊന്നും ശ്രദ്ധിക്കാതെ നിസ്കരിക്കുന്ന ഒരാളങ്ങൾ ഒപ്പം നിർത്തുക. ഇതെല്ലാം നമ്മൾ ഈ പറയാൻ പോകുന്ന സുന്നത്തുകളൊക്കെയും പരിഗണിച്ച് നിസ്കരിക്കുന്ന ഒരാളിലേക്ക് നോക്കുക. ഏതൊരാളും പറയില്ല ഓന്റെ നിസ്കാരം കാണാൻ ഒരു വൃത്തിയുണ്ട്, ഒരു ഭംഗിയുണ്ട്. അല്ലേ? ആരും പറയില്ലേ? എത്രയോ ആളുകൾ നമ്മൾ ആ ഒരു കോപ്രായിത്തരം കാണിച്ചും കൊണ്ടുള്ള ഒരു നിസ്കാരം, ആ നിസ്കാരം അല്ലാത്ത രൂപത്തില് നമ്മൾ ഈ പറയാൻ പോകുന്ന രൂപത്തിൽ കയ്യുയർത്തി ഒരു തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുമ്പോ വളരെ വ്യക്തമായി ആ ഒരു നിസ്കാരത്തിന്റെ ഭംഗി നമുക്ക് കാണും. ഇനി നോക്കൂ, മഹാനവരികൾ പറയാണ്, ഒരു കയ്യുയർത്തിക്കഴിഞ്ഞാൽ നിസ്കാരത്തിൽ പല പ്രാവശ്യം കയ്യുയർത്തണം. അല്ലെ? തക്ബീറത്തുൽ ഇഹ്റാം ചെല്ലുമ്പോ കയ്യുയർത്തണം, റുക്കൂയിലേക്ക് പോകുമ്പോ കയ്യുയർത്തണം, റുക്കൂയിൽ നിന്ന് ഉയരുമ്പോ കയ്യുയർത്തണം, ആദ്യത്തെ അത്തഹിയ്യാത്ത് കഴിഞ്ഞ് മൂന്നാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുമ്പോ കയ്യുയർത്തണം. അവരൊരു ചെറിയ മസ്അല ഇടയിൽ കയറി പറയുകയാണ്. ചില ആളുകൾ കാണാം ഓരോ റക്അത്തും കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോ കയ്യുയർത്തുന്നവരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇല്ലേ? പലവരും കണ്ടവരുണ്ടാവും. ഇഷ്ടം പോലെ സാധാരണക്കാർ ചെയ്യുന്നത് കാണാം. അല്ലെ? ഇങ്ങനെ ഓരോ ഒന്നാമത്തെ റക്അത്തിൽ നിന്ന് രണ്ടാമത്തെ റക്അത്തിലേക്ക് ഉയരുമ്പോ, മൂന്നാമത്തെ റക്അത്തിൽ നിന്ന് നാലാമത്തെ റക്അത്തിലേക്കൊക്കെ ഉയരുമ്പോ ഈ കയ്യുയർത്തിന് കാണാം. വാസ്തവത്തിൽ അങ്ങനെ അഭിപ്രായം കിട്ടോ. നമ്മുടെ ഷാഫി മദ്ഹബിൽ തന്നെ ഓരോ റക്അത്തിൽ നിന്നും നൃത്തത്തിലേക്ക് വരുമ്പോ കയ്യുയർത്തൽ സുന്നത്താണെന്ന അഭിപ്രായമുണ്ട്. പക്ഷേ നമ്മുടെ ഷാഫി മദ്ഹബിൽ നിക്ക് ശൈഖുൽ തക്ബീറത്തുൽ ഇഹ്റാമുമായി ബന്ധപ്പെട്ട ചോദ്യം മാത്രമേ ഇപ്പൊ ചോദിക്കാവൂ. സുജൂദിലേക്കൊന്നും നമ്മൾ എത്തിയിട്ടില്ല. ഇപ്പൊ ഇന്നലെ മിഞ്ഞാന് പൊന്തിച്ച ഇന്ന് രാവിലെ നമ്മളൊരു മണിക്കൂർ കഴിയുമ്പോഴേക്ക് അതൊന്ന് താത്തിക്കൊടുക്കണം എന്നൊരാഗ്രഹമുണ്ട്. ഇപ്പോൾ പറയുന്ന വിഷയവുമായി ബന്ധമില്ലാത്ത ഒരു വിഷയവുമാകുമ്പോ നമ്മളെ വിഷയങ്ങൾ മാറും, സാധാരണക്കാർക്ക് മനസ്സിലാക്കാനും പ്രയാസമായിത്തീരും. ഓക്കെ, അപ്പൊ അവിടെ ഒരു മസ്അലയാണ് ഇപ്പൊ നമ്മളിത് കയ്യുയർത്തലുമായി ബന്ധപ്പെട്ട ഒരു മസ്അല ആയതുകൊണ്ട് നമ്മുടെ ഷാഫി മദ്ഹബിലെ മുഅ്തമദ് പ്രകാരം ഓരോ റക്അത്തിൽ നിന്നും അടുത്ത റക്അത്തിലേക്ക് ഉയരുമ്പോൾ കയ്യുയർത്തൽ സുന്നത്തില്ല. നേരെ മറിച്ച് നമ്മള് ആദ്യത്തെ അത്തഹിയ്യാത്തിന് ഇരുന്നു. ഇപ്പൊ ളുഹ്ർ, അസ്ർ, മഗ്രിബ്, ഇശാ പോലത്തെ രണ്ട് റക്അത്തിൽ അധികമുള്ള നിസ്കാരമാകുമ്പോ അവിടെ എന്തുണ്ട്? അത്തഹിയ്യാത്ത് ഓതും. ഈ അത്തഹിയ്യാത്ത് ഓതി അടുത്ത റക്അത്തിലേക്ക് എഴുന്നേറ്റ് നിൽക്കുമ്പോ ഈ കയ്യുയർത്തൽ സുന്നത്തുണ്ട്. അപ്പൊ അതേമാതിരി അപ്പൊ നിസ്കാരത്തില് പല സമയത്തുമായി കയ്യുയർത്തൽ സുന്നത്തുണ്ട്. നോക്കിക്കോളിയും, മഹാന്മാര് പറയുകയാണ് എന്ത്? ഈ കയ്യുയർത്തുന്നതിനെ കുറിച്ച് അത് നിസ്കാരത്തിന്റെ ഭംഗിയാണ്. ഓരോ ഉയർത്തലിനും ഹശറു ഹസനാത്തിൻ, 10 പ്രതിഫല.
ഒരു പ്രാവശ്യം നമുക്ക് ശരിയായ രൂപത്തിൽ കൈയുയർത്തേണ്ട രൂപത്തിൽ കൈയുയർത്തിയാൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലം 10 പ്രതിഫലം. കഴിഞ്ഞില്ല. ബിക്കുല്ലി ഇസ്ബഇൻ ഹസനത്തുൻ, ഓരോ വിരലിനും ഓരോ പ്രതിഫലം കിട്ടും. അപ്പൊ എത്ര പ്രതിഫലമായി അല്ലേ? നമ്മളെ 2 കൈയും ഉയർത്തുമ്പോ എത്ര വിരൽ ഉയർത്തൽ വന്നു? 10 വിരല്. ആ 10 വിരലിനും പ്രതിഫല. നോക്കിങ്ങള് ശ്രദ്ധ, നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങൾ എത്ര. ഇതാണ് നിസ്കാരം. എന്റെ ക്ലാസ് റൂമിലുള്ള പ്രിയപ്പെട്ട സാധാരണക്കാരെ, ഇത് വെറുതെ KMICയുടെ ഒരു ക്ലാസ് എന്ന നിലക്ക് ലൈവായി കൊണ്ടുപോവാൻ വേണ്ടിയുള്ള ഒരു ക്ലാസ്സായി കണക്കാക്കാതെ, നമ്മൾ അറിയാതെ ഏതായാലും ചെയ്യുന്ന പണിക്ക് അതൊരു വൃത്തിയുള്ളതാവാൻ നമ്മൾ അറിയാതെ നമുക്ക് പ്രതിഫലങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുക. ഒരു പ്രാവശ്യം കൈയുയർത്തുമ്പോ അതിന് 10 പ്രതിഫലം. ഒരു വിരൽ ഉയർത്തി എന്നതിന് അതിന് ഒരു വിരലിന് കണക്കാക്കിയിട്ട് ഒരു പ്രതിഫലം. അപ്പൊ നമുക്ക് ചുരുങ്ങിയത് ഒരു 10 പ്രതിഫലാണ് നമ്മുടെ റിക്കാദിലേക്ക് ഒരു കൈയുയർത്തൽ കാരണം വരുന്നത്. അപ്പൊ നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം ചെല്ലുമ്പോ കൈയുയർത്തുന്നു, അതുപോലെ തന്നെ റുക്കോയിലേക്ക് പോകുമ്പോ കൈയുയർത്തുന്നു, റുക്കോയിൽ നിന്ന് വരുമ്പോൾ കൈയുയർത്തുന്നു, അതുപോലെ തന്നെ അത്തഹിയാത്തിൽ നിന്ന് ആദിക്കത്തെ അത്തഹിയാത്തിൽ നിന്ന് ഉയർത്തുമ്പോൾ കൈയുയർത്തുന്നു. ഇതിലൊക്കെയും 10 പ്രതിഫലം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. 1. ഇനി നോക്കൂ, ഇന്നലെ മിഞ്ഞാനോ രാവിലെ ഉണർത്തിയതുപോലെ അവര് ആ സമയത്തില്ലാത്തവർക്ക് വേണ്ടി ഒന്നുകൂടി പറയുന്നു. ഈ കൈയുയർത്തുന്നതിലുള്ള ഹിക്കുമത്ത്, അള്ളാഹു അല്ലാത്ത മുഴുവൻ ചിന്തകളും ഞാൻ ഒഴിവാക്കി, ദുന്യാവിനെ ഞാൻ വലിച്ചെറിഞ്ഞു, ദുന്യാവിനെ ഞാൻ ഒഴിവാക്കി. മാ സിവല്ലാ, അള്ളാഹു അല്ലാത്ത എല്ലാ ചിന്തകളും ഞാൻ ഒഴിവാക്കി എന്നതിലേക്കൊരു സൂചനയായിട്ടാണ് ഈ കൈയുയർത്തുന്നത്. അതുപോലെ തന്നെ മറ്റു ചില മഹാന്മാര് പറഞ്ഞു, അബ്ദിന്റെയും അടിമയുടെയും റബ്ബിന്റെയും ഇടയിലുള്ള ഹിജാബ്, ഒരു മറയുണ്ട്. ആ മറയെ അങ്ങോട്ട് ഉയർത്തിക്കളയാണ്. എന്റെയും റബ്ബിന്റെയും ഇടയിലുള്ള മറ ഇതാ ഞാൻ ഒഴിവാക്കുന്നു. നോക്കൂ നിങ്ങൾ, ഏറ്റവും ഒരു പ്രധാനപ്പെട്ട വിഷയമാണല്ലോ മുനാജാത്ത്. യഥാർത്ഥത്തില് നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? മുനാജാത്താണ്. നിസ്കാരത്തിന്റെ യഥാർത്ഥത്തിൽ അള്ളാഹുമായുള്ള മുനാജാത്താണ് ഈ നിസ്കാരത്തിൻ്റെതായ ആത്മാവ്. അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, ഈ ഒരു പൂർണ്ണമായും അള്ളാഹുമായി മുന്നിടുക, അള്ളാഹുമായി ബന്ധപ്പെടുക എന്നതിലേക്ക് വലിയ ഒരു സൂചനയാണ് എന്ത് കൊടുക്കുന്നത്? ഈ കൈയുയർത്തൽ നൽകുന്നത്. വേറെയും ഒരുപാട് മഹാന്മാർ ഒരുപാട് കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എല്ലാറ്റിന്റെയും ആകത്തുക റബ്ബിന്റെ ദുന്യാവുമായുള്ള ബന്ധങ്ങളൊക്കെയും ഞാൻ ഒഴിവാക്കുന്നു. അതല്ലെങ്കിൽ അള്ളാഹുവിന്റെയും ഇവന്റെയും ഇടയിലുള്ള മറ ഇവൻ നീക്കുന്നു. അതല്ലെങ്കിൽ അള്ളാഹു താലാന്റെ ആ ഒരു മഹത്വത്തെ ആദരിക്കുന്നു, അതിനെ ബഹുമാനിക്കുന്നു. ഇങ്ങനെ പലവരും പല കാരണങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിലും എല്ലാറ്റിന്റെയും ആകത്തുക ഈ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുന്ന നേരത്ത് കൈയുയർത്തുമ്പോഴുള്ളതിന്റെ ആകത്തുക അള്ളാഹുമായുള്ള ആ കണക്ഷൻ, അള്ളാഹുമായുള്ള ബന്ധം ഒരു ഊട്ടി ഉറപ്പിക്കലാണ്. അല്ലെ? അള്ളാഹും ഇവന്റെയും ഇടയിലുള്ള മറ ഒഴിവാക്കുക, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ആ ഒരു അളമത്തിനെ, ബഹുമാനത്തെ ആദരിക്കുക. എങ്ങനെ നമ്മൾ വെച്ചാലും അതിന്റെ ഒക്കെ ഒരു ആകത്തുക, അതിന്റെ വൽഹാസിൽ എന്തായിട്ടാ വരുന്നത്? അള്ളാഹുമായിട്ടുള്ള ഒരു ബന്ധം അങ്ങോട്ട് സ്ഥാപിക്കുകയാണ്. അതാണ് ഈ തക്ബീറത്തുൽ ഇഹ്റാമില് കൈയുയർത്തുന്നതിനാലുള്ള ലക്ഷ്യം. ഇനി നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിക്കഴിഞ്ഞാല് കൈ കൂട്ടിപ്പിടിക്കും. അല്ലെ? കൈ ഇങ്ങനെ കൂട്ടിപ്പിടിക്കും. ഒരു കൈയിന്റെ പിടുത്തം വരുന്നുണ്ട്. കോപ്രായിത്തരങ്ങൾ അവരെയും മുൻപ് പറയാം. അതെന്താണ്? നമ്മളെ ഖൽബിലുള്ള ഈമാനിനെ ഒരു സംരക്ഷിക്കുക എന്നതിലേക്ക്. അല്ലെ? നമ്മൾ ആ കൈ ഇങ്ങനെ നെഞ്ചിന്റെയും പുക്കളിന്റെയും മെതയിലേക്ക് കൊണ്ടുവന്നാൽ നേരെ നെഞ്ചിന്റെ താഴെ വെക്കാതെ അല്പമൊന്ന്, അല്ലെ, ഇടതുഭാഗത്തേക്കൊന്ന് ചെരിച്ചു വെക്കല് സുന്നത്താണ്. കാരണം കൽബിന്റെ നെഞ്ചിന്റെ ഇടതുഭാഗത്താണ് കൽബുള്ളത്. അപ്പൊ അതുകൊണ്ട് ആ മുൻകൈയിന്റെ വെക്കല് അല്പം നെഞ്ചിന്റെ ഇടതുഭാഗത്തേക്ക് ചെരിഞ്ഞ്
ഒന്നിങ്ങത് ചരിച്ചു വെക്കുക. അതവന്റെ ഈമാനിനെ സംരക്ഷിക്കുന്നതിലേക്ക് ഞാൻ എന്റെ കൽബിലുള്ള ഈമാൻ അതിൽ വസ്വാസൊന്നും വരാതെ, അതിൽ എക്കാശക്കുകൾ വരാതെ ഒരു വസ്തുവിനെ സൂക്ഷിക്കുമ്പോൾ ഒരു കൂട്ടിപ്പുരുത്തം തല്ലല്ലേ. അപ്പൊ നമ്മളൊരു സാധനം പോവാതിരിക്കാൻ നമ്മൾ കയ്യിൽ ഒരു സാധനം വെച്ചു, അത് പോവാതിരിക്കാൻ നമ്മൾ നല്ലോണം മുറുക്കി പിടിക്കും. അത് എന്തിലേക്കൊരു സൂചനയാണ്? എന്റെ കൈവശമുള്ള വസ്തുവിനെ പ്രത്യേകമായി സൂക്ഷിക്കുക എന്നതിലേക്കുള്ള ഒരു സൂചനയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കോപ്രായിത്തരങ്ങൾ കാണിക്കാതെ എന്റെ കൽബിലുള്ള ഈമാനിനെ എനിക്ക് സംരക്ഷിക്കണം. അതിലേക്ക് സൂചനയായിട്ടാണ് ഞാൻ ഈ കയ്യിന്റെ ഇങ്ങനെ കൂട്ടിപ്പിടിക്കുന്നത്. ഇടത്തെ കയ്യിന്റെ മേൽ വലത്തെ കൈ വെച്ച് കൂട്ടിപ്പിടിക്കുന്നത് ആ ഒരു ലക്ഷ്യപൂർത്തീകരണമാണ്. അതുകൊണ്ട് ഞാൻ തോന്നിയ മാതിരി എങ്ങനെങ്കിലും ഇത് പിടിക്കാതിരിക്കട്ടെ എന്നതിലേക്ക് സൂചനയാണ്. അപ്പൊ നമ്മൾ രണ്ട് കാര്യം പറഞ്ഞു. ഒന്ന്, കൈ ഉയർത്തുമ്പോൾ അത് നിസ്കാരത്തിന്റെ ഭംഗിയാണ്. അത് ഓരോ ഉയർത്തലിനും പൗപ്പത്ത് പ്രതിഫലമാണ്. ഓരോ വിരൽ ഉയർത്തിയതിന് ഓരോ പ്രതിഫലമാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമയെ തൊട്ട് മഹാനായ ഇബ്നു അബ്ദുൽ ബർ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത് ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെയും കാണാം. അതുപോലെ തന്നെ അല്ലാഹുമായുള്ള പല മഹാന്മാരും, ഷാഫി ഇമാമ്, അങ്ങനെ ഓരോ ഇമാമിയങ്ങളും ഈ കൈയുയർത്തുന്നതിന്റെ ലക്ഷ്യമെന്താണ് പലവരും പല കാലവും പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിന്റെ ആകത്തുക അല്ലാഹുമായുള്ള ഒരു ബന്ധം, നിസ്കാരത്തിന്റെ ആത്മാവ്, അതിന്റെ യഥാർത്ഥം എന്താണ്? മുനാജാത്ത, റബ്ബുമായുള്ള മുനാജാത്ത്. ഒരാളോട് സംസാരിക്കുമ്പോൾ ഒരു പോയിന്റ് ഞാൻ പറയട്ടെ. ഞാനും അഹ്സൻ ഉസ്താദ് ഇങ്ങനെ സംസാരിക്കാം. അല്ല, ശ്രദ്ധിക്കണം കേട്ടോ. ഇതൊന്നും ഇപ്പൊ ഞാൻ മസ്അലല്ല ആദ്യം പറഞ്ഞത്. ഇതൊന്നും നമ്മൾ ചെയ്യണം എന്നുള്ള ഒരു താല്പര്യം ഉണ്ടാക്കുക. ഞാനും നമ്മുടെ അഹ്സൻ ഉസ്താദ് ഇങ്ങനെ ഇന്ന് വർത്താനം പറയാം. അഹ്സൻ ഉസ്താദ് ഇന്നോട് എന്തൊക്കെ പറഞ്ഞത്, എന്റെ കൽബ് വേറെ ഏതോ വയ്ക്കാം. എന്നിട്ട് പിന്നെ കുറെ കഴിഞ്ഞിട്ട് ചോദിച്ചു, എന്തേ ഇപ്പൊ നിങ്ങൾ പറഞ്ഞു? ഞാൻ അപ്പൊ വേറെ എന്തൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചിരുന്നത്. ഇപ്പൊ എന്തായി? ഇതുവരെ അഹ്സൻ ഉസ്താദ് പറഞ്ഞതൊക്കെ ബാത്തിലായി. നോക്കിങ്ങള്. എന്നതുപോലെ നമ്മളെ അള്ളാഹുമായില്ല മുനാജാത്ത് നടത്തുക. നമ്മൾ തക്ബീറത്തിൽ എഴുതാൻ ചൊല്ലി, റുക്കൂ ചെയ്തു, സുജൂദ് ചെയ്തു, അത്തഹിയ്യാത്ത് ഓതി, സലാം വീട്ടി. നമ്മുടെ കൽബിൽ അങ്ങനെ യാതൊരു ചിന്തയില്ല. അപ്പൊ നമ്മൾ ഒരാളേറ്റ് മുനാജാത്ത് നടത്തുമ്പോ, അല്ലെ, ഒരാളുമായി മുനാജാത്ത് നടത്തുമ്പോ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ? വേം പറയും, വേം ഇങ്ങനെ നിങ്ങൾ പബ്ലിക്കിലേക്ക് ഇങ്ങനെ അധിക്കണം. അപ്പലപ്പോ നമുക്കൊരു ആവേശം വരുമല്ലോ, നിങ്ങൾ ശ്രദ്ധിക്കണെന്ത്. ആദ്യം നമ്മൾ ആരുമായിട്ടാണോ അഭിമുഖം നടത്തുന്നത്, ആ അഭിമുഖം നടത്തുന്ന ആളിലേക്ക് നമ്മുടെ കൽബിൽ കൊണ്ടുള്ള ശ്രദ്ധ കൊടുക്കണം, അല്ലെ. ഒരാളോട് അഭിമുഖം നടത്തുമ്പോ ആദ്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ? ഈ വ്യക്തിയുമായിട്ട് സംസാരിക്കാൻ പോവുകയാണ്, അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പൊ അതുകൊണ്ട് നമ്മൾ അള്ളാഹുമായുള്ള മുനാജാത്തിലേക്ക് അത് കടക്കുകയാണ്. നിസ്കാരം എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന്റെ ഊഹ്, നിസ്കാരത്തിന്റെ ആത്മാവ് അത് അള്ളാഹുമായുള്ള മുനാജാത്തുമായാണ്. ആ മുനാജാത്തിന്റെ തുടക്കം ആദ്യമായി അള്ളാഹുമായുള്ള ബന്ധം അങ്ങോട്ട് സ്ഥാപിക്കുക. അതിനാണ് എന്തുയർത്തുന്നത്? തക്ബീറത്തുൽ ഇഹ്റാമില് കൈയുയർത്തുന്നത്. അല്ലാതെ അത് നിർബന്ധമൊന്നുമില്ല. അവതൊരു മസ്അല ഞാനത് പറയാം. ഒരുപാട് കല്ലും നെല്ലും വേർതിരിച്ച് മനസ്സിലാക്കാൻ ഒരുപാട് സാധാരണക്കാർ മനസ്സിലാക്കിയിട്ടുണ്ട്. തക്ബീറത്തുൽ ഇഹ്റാം കെട്ടലാണ് നിർബന്ധം, അല്ലെ. കെട്ടലല്ല നിർബന്ധം, ചൊല്ലലാണ് നിർബന്ധം. ഒരുപാട് സാധാരണക്കാർ മനസ്സിലാക്കി തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുക അല്ല, തക്ബീറത്തുൽ ഇഹ്റാം കെട്ടാനും പറയാൽ ചൊല്ലലാണ്, ചൊല്ല, അതാണ് നിർബന്ധം. ബാക്കിയുള്ള കാര്യമൊക്കെ സുന്നത്താ. ഞാൻ ഇതൊന്ന് പറയാൻ കാരണം, പല സാധാരണക്കാരും കയ്യിനെന്തെങ്കിലൊക്കെ അപകടം പറ്റിയാൽ കയ്യുയർത്താൻ വയ്യ എന്നതിന്റെ പേരിൽ നിസ്കാരം ഉപേക്ഷിക്കുന്ന ചില വ്യക്തികളെ എന്റെ അനുഭവത്തിൽ പെട്ടതുകൊണ്ട് നമ്മുടെ കുടുംബത്തിലൊക്കെ സാധാരണക്കാര്, നമ്മുടെ വല്ലിപ്പ വല്ലിമ്മ പലോലും ചിലപ്പം കയ്യൊക്കെ മുറിഞ്ഞ് ഈ കയ്യുയർത്താൻ വയ്യെങ്കിൽ കയ്യുയർത്താൻ വയ്യ എന്ന് പറഞ്ഞ് നിസ്കാരം ഉപേക്ഷിക്കുന്ന ഒന്നിലധികം സാധാരണക്കാരെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ആരുടെങ്കിലും കുടുംബത്തിലുണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലലാണ് നിർബന്ധം,
കത്തല് സുന്നത്തുള്ളൂ. ഇപ്പൊ നമ്മൾ ഈ ഉയർത്തലും അതേമാതിരി ചെയ്യലൊക്കെ എന്തേ ഉള്ളൂ, സുന്നത്തേ ഉള്ളൂ എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലലാണ് നിർബന്ധം. അപ്പൊ ഏതായിരുന്നാലും എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാർ ആ കാര്യം ശ്രദ്ധിക്കുക. അപ്പൊ കൈ ഉയർത്തുന്നതിന്റെ ലക്ഷ്യം അള്ളാഹുമായുള്ള മുനാജാത്തിന്റെ തുടക്കമാണ് നിസ്കാരം. ഒരു വ്യക്തിയുമായി മുനാജാത്ത് നടത്തുമ്പോ ശ്രദ്ധയാണ് അവിടെ പ്രാധാന്യം. ആ ശ്രദ്ധയിലേക്ക് വലിയ ഒരു സൂചന നൽകിയിട്ടാണ് ഈ കൈ ഉയർത്തുന്നത്. കൈ ഉയർത്തൽ നിസ്കാരത്തിന്റെ ഭംഗിയാണ്. ഒരു പ്രാവശ്യം കൈ ഉയർത്തുമ്പോ 10 പ്രതിഫലം, ഒരു വിരൽ ഉയർത്തിയതിനു പകരം 1 പ്രതിഫലം. അങ്ങനെ വലിയ ഒരു മഹത്വം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒന്നുകൂടി അടിവരയിട്ട് പറയുന്നു, നമ്മുടെ നിസ്കാരത്തിൽ ഖൽബ് കൊണ്ട് നമുക്ക് തീരെ ഖുശൂഉം ഭയഭക്തിയും ലഭിക്കുന്നില്ല. അതിനു പകരം ഈ അവയവങ്ങളെ കൊണ്ടുള്ള ഒരു ഭയഭക്തി നല്ലവണ്ണം ശ്രദ്ധിച്ചാൽ നമുക്കൊരു പരിധി വരെ നിസ്കാരം കൊണ്ട് ഒരുപാട് മഹത്വങ്ങൾ നേടിയെടുക്കാം. അതിലൂടെ ആന്തരികമായ ഖൽബ് കൊണ്ടുള്ള ഭയഭക്തി ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും എന്നുണർത്തി, പിന്നെ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിക്കഴിഞ്ഞ് ഇടത്തെ കൈയിന്റെ മുകളിൽ വലത്തെ കൈ കൊണ്ട് പിടിക്കുക. എങ്ങനെയാണ് പിടിക്കേണ്ടതെന്ന് ഞാൻ പറയാം. ആ പിടിക്കുന്നതിലുള്ള ലക്ഷ്യമെന്താ? ഖൽബിലുള്ള ഈമാനിനെ സംരക്ഷിക്കലാണ്. ഏതുപോലെ? ഒരു വസ്തുവിനെ സംരക്ഷിക്കാൻ കൈകൊണ്ട് മുറുക്കിപ്പിടിക്കുന്നത് പോലെ, കൈകൊണ്ട് മുറുക്കിപ്പിടിക്കുന്നത് പോലെ ഖൽബിലുള്ള ഈമാനിനെ സംരക്ഷിക്കുക എന്നതിലേക്കുള്ള ഒരു സൂചനയാണ്. അവന്റേതായ നെഞ്ചിന്റെ നേരെ താഴ്ഭാഗത്തായി അല്പം ഇടതുഭാഗത്തേക്ക് ചെരിച്ചു വെച്ച് ആ കൈ പിടിക്കുന്നതിൽ അവന്റെ ഖൽബിലുള്ള ഈമാനിനെ ഹിഫ്ള് സംരക്ഷിക്കുക എന്നതിലേക്കാണ്. ഇതൊക്കെയും ഫിഖ്ഹിന്റെ കിതാബുകൾ പല കിതാബുകളുമായി ചർച്ച ചെയ്യുന്നുണ്ട്. ഇബാദത്തുകളും പേരുകളൊക്കെ വായിക്കുമ്പോ സാധാരണക്കാർക്ക് വിഷയം മനസ്സിലാക്കാൻ പ്രയാസകരമാകും എന്ന നിലക്ക് ഞാൻ അങ്ങനെ ഇബാദത്ത് വായിക്കുന്നതിലേക്ക് പ്രവേശിക്കുന്നില്ല എന്ന് ഞാൻ സാന്ദർഭികമായി ക്ലാസ് റൂമിലുള്ള ഉസ്താദന്മാരെ അറിയിക്കുകയാണ്. അതുകൊണ്ട് കൈ ഉയർത്തുന്ന വിഷയത്തിലും കൈ വെക്കുന്ന വിഷയത്തിലും വളരെയധികം ശ്രദ്ധ വേണം എന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഇനി നോക്കൂ, ഇനി അതിന്റെ യഥാർത്ഥ രൂപം, അതിന്റെ ഇടയിൽ ഞാനൊരു മസ്അല പറയാൻ മറന്നുപോയി. മുമ്പ് ഇന്നലെയൊക്കെ ഉണർത്തിയിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ഉണർത്തുകയാണ്. ഈ ഉയർത്തല് ആണും പെണ്ണും സമാണ്. നമ്മൾ പറയാൻ പോകുന്ന രൂപത്തില് കൈ ഉയർത്തുന്ന വിഷയത്തിൽ ആണും പെണ്ണും സമാണ്. നാലെ ജമല് പോലത്തെ ഫിഖ്ഹിന്റെ കിതാബ് നോക്കിയ വളരെ വ്യക്തമായി ഈ ചെറിയ അഭിപ്രായമുണ്ട്. സ്ത്രീകളാണെങ്കിൽ ചുമലിന്റെ നേരെ കൈ ഉയർത്തേണ്ട. സ്ത്രീകൾ അവരുടെ സെലിയ്, അവരുടെ മാർബിടത്തിലുള്ള മുല എന്ന് പ്രത്യേകിച്ച് വേണമെങ്കിൽ പറയാം, അത്ര ഉയർത്തിയാ മതി എന്നൊരു അഭിപ്രായമുണ്ടെങ്കിലും നമ്മുടെ ഷാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായ പ്രകാരം കൈ ഉയർത്തുന്ന രൂപത്തിൽ ആണും പെണ്ണും വ്യത്യാസമില്ല. അതുകൊണ്ട് എന്ന് മനസ്സിലാക്കിയ അതേ രൂപത്തിൽ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട സഹധർമ്മണികൾക്കും അതുപോലെ തന്നെ പെൺമക്കൾക്കൊക്കെയും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. പല സ്ത്രീകളും നല്ല 99.25% സ്ത്രീകളും ഈ ഒരു കൈ ഉയർത്തുന്ന വിഷയത്തില് തീരെ ശ്രദ്ധിക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അവരുടെ കൈ ഇങ്ങനെ ചുരുണ്ടു കൂടിയിട്ടുണ്ടാവും. ഈ ക്ലാസ് റൂമില് പല സ്ത്രീകളും കേൾക്കുന്നുണ്ട്. അവരെന്നെ ചിന്തിക്കുന്നുണ്ടാവും, ഉസ്താദ് അത് സംഗതി ശരിയാണ്, ഉസ്താദ് പറയുന്നത് ശരിയാ. ഒരു കൈ ഇങ്ങനെ ഒരു ചുരുത്തി പൊതിച്ചിട്ട് നോക്കി നിങ്ങള് ജ്വല്ലറി ചെന്നാല് ആഭരണം വാങ്ങാന് എന്ത് നീളത്തിലാ നമ്മുടെ കൈ പരക്കുന്നത്. മൂതിരക്കും കയ്യും അതാണ് ഇങ്ങനെ നീർത്തി പൊരിക്കാറില്ലേ. എങ്കിൽ നമ്മൾ നിസ്കരിക്കാൻ നേരത്ത് എന്തിനാണ് ഈ ഒരു വലിയ മഹത്വം നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് എന്ന് എന്റെ ഇപ്പോഴുള്ള ക്ലാസ് റൂമിലുള്ള സഹോദരിമാരോട് സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ്. ഇനി ഈ കൈ ഉയർത്തുന്നേരത്തും അതിലും ഇതിലൊക്കെയും ഒരുപാട് പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ നമുക്ക് അഭിപ്രായ വ്യത്യാസത്തിന്റെ ആവശ്യമില്ലല്ലോ. നമുക്ക് ഏറ്റവും വേണ്ടത് പ്രബലമായ അഭിപ്രായ പ്രകാരം എങ്ങനെയാണ് കൈ ഉയർത്തേണ്ടത്. ഒരു
ചില ആളുകൾ ഇഷ്കാലാക്കി, ഇങ്ങനെ ചില ഇഷ്കാലികളാക്കിയിട്ടുണ്ട്. ആ ഇഷ്കാലുകൾ കൂടി മറുപടി ഞാൻ ഈ വിഷയത്തിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് എന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തി. തക്ബീർ ചൊല്ലുമ്പോ അതിന്റെ ഇടയിൽ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. നമ്മൾ നിസ്കാരത്തിൽ ഭയഭക്തി കിട്ടാനാണല്ലോ ഈ അധ്വാനിക്കുന്നത്. എല്ലാവരും ഒരു ഉറച്ച തീരുമാനം, നമ്മള് നിസ്കാരത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ വേണ്ട ഒരു സുന്നത്താണ് സുജൂദിന്റെ മഹല്ലിലേക്ക് നോക്കുക. സുജൂദ് ചെയ്യുമ്പോൾ നെറ്റിത്തടം വരുന്ന ഭാഗത്തേക്ക് നോക്കുക. അപ്പൊ അവിടെ ചില ആൾക്കാർ ചോദിക്കും, ഉസ്താദെ ഒന്നാമത്തെ റക്അത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം ചെല്ലുമ്പോ ഇപ്പൊ സുജൂദ് വെച്ച സ്ഥലം കാണൂലല്ലോ, സുജൂദ് ചെയ്യാൻ പോകുന്നല്ലോ, അപ്പൊ എങ്ങനെയാ ഇപ്പൊ സുജൂദിന്റെ സ്ഥലത്തേക്ക് നോക്കാൻ? അതൊരു ചെറിയ ഇഷ്കാലായി ചിലർക്ക് തോന്നാറുണ്ട്. ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഇവൻ ഈ സുജൂദ് ചെയ്യുമ്പോൾ ഏതു ഭാഗത്താണ് നെറ്റിത്തടം വരികയാണ് ഏകദേശം നിഗമനം ഓനക്ക് ഉണ്ടാവില്ല, ആ ഭാഗത്തേക്ക് നോക്കുക. അങ്ങനെ ആ ഇഷ്കാലിനും മറുപടി പറഞ്ഞതായി ഏതൊരു ഫിഖിന്റെ കിതാബിൽ ഞാൻ കണ്ടു. കിതാബ് ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നില്ല, അതിന്റെ മറുപടി അതാണ്. ഇവ രണ്ടാമത്തെ റക്അത്തിലും മൂന്നാമത്തെ റക്അത്തിലും ആ വിഷയമല്ല. കാരണം സുജൂദിന്റെ മഹല്ലോൻ തീരുമാനിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും ഓന്റെ നെറ്റിത്തട എവിടെ വരുന്നത്. പക്ഷെ ഒന്നാമത്തെ റക്അത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം ചെല്ലുമ്പോ തന്നെ അറിയല്ലോ ഇന്റെ നെറ്റിത്തടം ഏകദേശം ഭാഗത്താ വരാൻ. അത് വളരെ ഒരു തീരുമാനത്തിൽ എത്തേണ്ടതാണ്. അത് എത്ര ആൾക്ക് സാധിക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റൂല. സുബ്ഹാനല്ലാഹ്, എത്ര ചില ആളുകൾ കാണാൻ. ഞാന് ഗൾഫിലെ അവസ്ഥ വളരെ മോശം. ഗൾഫിൽ ഈ നിസ്കാരത്തിന്റെ അവസ്ഥ ഞാനിപ്പോ മക്കത്തും മദീനത്തും ജിദ്ദയിലൊക്കെ കുറെ പള്ളികളും ഉമ്മക്കൊക്കെ പോയപ്പോ കൂടിയിട്ടുണ്ട്. നോക്കി നിങ്ങൾ എത്ര ആളുകളാ നിസ്കാരം കഴിഞ്ഞിട്ടാ ഓന്നെ വാച്ച് സമയം നോക്കല്. സമയം 12:50 പെട്ടെന്ന് നിസ്കരിക്കല. നോക്കിങ്ങള് നിസ്കാരം കഴിഞ്ഞിട്ടേ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി കഴിഞ്ഞിട്ടാണ് വാച്ച് നോക്കുക. അങ്ങോട്ടോക്ക. ഞാൻ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് പറയുന്നു, നിസ്കാരത്തിൽ വിജയിക്കണോ, നിസ്കാരത്തിൽ ഭയഭക്തി വരണോ, അതിനുള്ള ഒന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സുജൂദിന്റെ മഹല്ലിലേക്ക് നോക്കുക. അത് പരിശീലിപ്പിച്ചെടുക്കാൻ നല്ലോണം മെനക്കെടണം. എന്താ ഉസ്താദെ സുജൂദിന്റെ സ്ഥലത്തേക്ക് നോക്കപ്പോ അത്ര പ്രയാസം? അത് ഇബ്ലീസ് വല്ലാതെ കിണഞ്ഞു ശ്രമിക്കും. അതായത് ഒരു മനുഷ്യന്റെ കൽബിലേക്ക് ചിന്ത വരുന്നത് കൂടുതൽ എന്തുകൊണ്ടാ? നോട്ടത്തിലൂടെ അല്ലെ? നോട്ടത്തിലൂടെയാണ് കൽബിൽ പല ചിന്തയും വരിക, യാതൊരു സംശയമില്ല. അതുകൊണ്ടാണല്ലോ അന്യ സ്ത്രീകളെ നോക്കാൻ പാടില്ല എന്നാണത്. ഈ സ്ത്രീകളെ നോക്കുമ്പോഴാണ് ആ സ്ത്രീയുടെ രൂപം, ആ സ്ത്രീയുടെ ഭംഗി കൽബിൽ വരും. പിന്നെ ആ സ്ത്രീയുമായുള്ള പല ചിന്തകളും വരും. അപ്പൊ നോട്ടത്തിലൂടെയാണ് കൽബിലേക്ക് പല ചിന്തയും വരിക. അതുകൊണ്ട് തന്നെ ഇബ്ലീസ് വളരെ ശ്രമം നടത്തും നിസ്കരിക്കുമ്പോ നാലാ ഭാഗത്തേക്കും നോക്കാൻ. അതുകൊണ്ട് തന്നെ പല പ്രാവശ്യം നമ്മുടെ ക്ലാസ് റൂമിൽ പറഞ്ഞൊരു വിഷയം ഞാൻ അതിലേക്ക് ആവർത്തിക്കുന്നില്ല. നിസ്കരിക്കുമ്പോ നമ്മൾ ആ നോക്കുന്ന സ്ഥലത്ത് നമ്മുടെ ശ്രദ്ധ മാറിക്കലയുന്ന വരകളോ കുരികളോ ചിത്രങ്ങളോ ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാന് ആ ക്ലാസ് കേൾക്കാത്തത് കൊണ്ടോ അതല്ല കേട്ടിട്ട് മൈൻഡ് ചെയ്യാത്തത് കൊണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പൊ ഞാനൊരു കാര്യം തുറന്നു പറയാൻ, ചിലപ്പം KMIC-യിൽ സ്ഥിരം ശ്രോതാക്കളായിരിക്കാം, ചിലപ്പം എല്ലാ ക്ലാസ്സും സ്ഥിരം കേൾക്കാൻ സാധിച്ചോളണം എന്നില്ലല്ലേ അല്ലേ ഹസൻ ഉസ്താദെ? അങ്ങനെ കേൾക്കാത്തത് കൊണ്ടാണ് എനിക്കറിയില്ല. ഞാനൊരു കാര്യം പറയാൻ, ഞാനിപ്പോ പല KMIC-ക്കാരെ വീട്ടിലും ചിലപ്പം പല ആവശ്യങ്ങൾക്കും പോകുന്നുണ്ട്. ഇപ്പോഴും മുസല്ല വിരിച്ച് നിസ്കരിക്കുന്ന KMIC-ക്കാരുടെ വീടുണ്ട്. ഞാനൊന്ന് പറയാന് പുസ്തകം ഇപ്പൊ ഞാൻ പേരൊന്നും പറഞ്ഞില്ല. ഇപ്പോഴും മുസല്ല എന്താ, ഞാൻ മുമ്പ് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, പല പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ്. ഏത് കഅബയുടെ ഫോട്ടോള്ള മുസല്ലമ്മ ചവിട്ടരുത്, മസ്ജിദുൻ നബവിയുടെ ഫോട്ടമുള്ള മുസല്ലമ്മ ചവിട്ടരുത്. ഇനി ആ ഒരു മുസല്ലയിൽ നിന്ന് നിസ്കരിക്കുമ്പോ നമുക്ക് അതിന്റെ ചിത്രങ്ങള്, അതിന്റെ നിറങ്ങള്, അതിന്റെ ആ നിറത്തിന്റെ ഭംഗി ഒക്കെ നമ്മുടെ കൽബിലേക്ക് വരും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട എല്ലാ സഹോദര സഹോദരിമാരോടും ഞാൻ പറയുന്നു, അപ്പൊ നിങ്ങൾക്കൊരു ചെറിയ ഇഷ്കാൽ അവിടെ ഉണ്ടാവും. അതിനിപ്പോ മുഴുവൻ നടക്കൂല. ഉസ്താദ് ഈ പള്ളികളിലൊക്കെ പോയി നിസ്കരിക്കുമ്പോ ഈ വരിയും കൂടി ഇല്ലതല്ലേ, അതൊരു ഇഷ്കാല് തന്നെയാണ്.
ഇഷ്കാലിനൊരു ചെറിയ പരിഹാരമുണ്ട്. നല്ലൊരു വെള്ള തവ്വല് വാങ്ങുക. നല്ലൊരു വെള്ള തവ്വല് വാങ്ങുക. നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോ അതിങ്ങൊരു വിരിക്കുക, നേരെ അഴിക്കാൻ നോക്കുക. ഇനി എന്തിപ്പോ പള്ളിക്കത്തെ കാൽപ്പറ്റി നമുക്കിത് തൊഴിവാക്കാൻ പറ്റൂലല്ലോ. ഏത് പള്ളിയിൽ നിന്നിപ്പോ അത് വ്യാപകമായിട്ടുണ്ട്. പല ദിശയിലുള്ള വരിയും കൂടിയുള്ള കാൽപ്പറ്റുകൾ. എന്തായാലും നമ്മളെ കൽബിലെ ചിന്ത മാറും. ഒരു കാര്യം ചെയ്യുക, പള്ളി അവിടെ നിൽക്കട്ടെ. നമുക്ക് ഇതിപ്പോ എല്ലാവർക്കും വെള്ള തവ്വല് വാങ്ങി കയ്യിൽ വെക്കാനൊന്നും ഇപ്പൊ സൗകര്യം കിട്ടിക്കോന്നില്ല. വല്ലാതെ വിഷമിപ്പിക്കുന്നത് ഞാൻ പറയുന്നില്ല. സാധിക്കുന്നവരൊക്കെ അത് ശ്രദ്ധിക്കുക. ഇനി ഞാൻ പറയട്ടെ, നമ്മുടെ വീടുകളിൽ എന്റെ ഈ ശബ്ദം കേൾക്കുന്ന ഈ സമയത്തുള്ള പ്രിയപ്പെട്ട സഹോദരിമാര് ഒരു പണി ചെയ്യൂ. കഅബന്റെ ഫോട്ടല്ല, മസ്ജിദുൻ നബവിയുടെ ഫോട്ടമുള്ള മുസല്ല തൽക്കാലം ഒഴിവാക്കാനാ ഞങ്ങൾ എങ്ങത്തെങ്കിലും ഒഴിവാക്കാനല്ല. അത് നമ്മൾ നല്ല മുസ്ഹഫ് വെക്കാനോ അല്ലെങ്കിൽ വലിച്ച മൗലിദിന്റെ കിതാബ് വെക്കാനൊക്കെ എന്ത് ചെയ്യുക, ഉപയോഗിക്കുക. എന്നിട്ട് നല്ല പ്ലെയിൻ കളറുള്ള മുസല്ല കിട്ടും. പ്ലെയിൻ കളർ, അതായത് വരിയും കൂടിയൊന്നും ഇല്ലാത്ത നല്ല ലൈറ്റ് മഞ്ഞ. ചിലപ്പം ചളി ആയാലൊന്നും ഉണ്ടാവൂല, പെട്ടെന്ന് അറിയില്ല. ഇനി പച്ച കളറാണ് മഞ്ഞ കളറാണ് ഏതാണെങ്കിലും ഇനി വരും കഅബന്റെയും മസ്ജിദുൻ നബവിയുടെയും ഫോട്ടം അല്ലാത്ത വേറെ ഏതെങ്കിലൊക്കെ ചിത്രങ്ങളും പുല്ലികളൊക്കെ ഉള്ള ഒരു മുസല്ലേന്ന് വെക്കുക. ഒരു 1/2 മീറ്റർ തുണി വാങ്ങിക്കോളൂ, വെള്ള തുണി 1/2 മീറ്റർ. ആ 1/2 മീറ്റർ വെള്ള തുണി എന്താക്കുക, ഈ മുസല്ലയിൽ വിരിക്കുക. വാണെങ്കിൽ ഒന്ന് വലിപ്പം കൂട്ടിക്കാൽ, എന്നാൽ സ്ത്രീകൾക്ക് അത് വളരെ ഉപകാരം ചെയ്യും. മയ്യത്ത് കഫൻ ചെയ്യുമ്പോ സ്ത്രീകളുടെ മയ്യത്താണെങ്കിൽ അരയുടുപ്പ് സുന്നത്താണ്. ഒരു നമ്മൾ സാധാരണ കുലിക്കുമ്പോ തോത്തുണ്ട് മാറ്റൂലേ, അതേ മായിക്കൊരു അരയുടുപ്പ് എന്താണ്, സുന്നത്താണ്. അത് പഴയതാണ് സുന്നത്ത്. അത് നമ്മുടെ മയ്യത്ത് സംസ്കാരവുമായി ബന്ധപ്പെട്ട ക്ലാസ്സിൽ ആ വിഷയം നമ്മൾ വളരെ വ്യക്തമായി ചർച്ച ചെയ്തിട്ടുണ്ട്. മയ്യത്ത് കഫൻ ചെയ്യുമ്പോ പുതിയതിനേക്കാൾ ഹൈറ് എന്താണ്, പഴയതാണ്. അവിടെ നമ്മുടെ ഫത്വൽ അല്ലാം പോലത്തെ കിതാബില് കഴുകപ്പെട്ടത് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം ഉപയോഗിക്കപ്പെട്ടത് എന്നാണ്, ഉപയോഗിച്ചത്. അപ്പൊ യഥാർത്ഥത്തില് ഒരാൾ മരിച്ചാല് നല്ല 3 തുണി വാങ്ങുക. നല്ല കരല്ലാത്ത, ഇങ്ങനെ ഈ കരല്ലാത്ത തുണി നമ്മൾ ഉസ്താദുമാരൊക്കെ എടുക്കുന്ന നല്ല കരല്ലാത്ത തുണി ഉണ്ടല്ലോ, പല കമ്പനി ഉണ്ട്. അൽ മദീന, ജല്ല, ലിബാസ് എന്നൊക്കെ മാത്രം നല്ല കരല്ലാത്ത നല്ല അടിപൊളി കേട്ടി തുണി ഉണ്ട്. അതൊരു 3 തുണി എടുക്കുക, പുതിയത് എടുക്കുക. നമ്മളെ പള്ളിക്കത്തെ നല്ല സക്കാഫി ഉസ്താദ് ഉണ്ടാവും. സക്കാഫി ഉസ്താദ് നിസ്കരിക്കുമ്പോ ഉപയോഗിച്ച നല്ല കരല്ലാത്ത തുണി ഉണ്ടാവും. എന്ത് ചെയ്യാ, ഈ പുതിയ തുണി സക്കാഫി ഉസ്താദിനാണ് കൊടുക്കുക. സക്കാഫി ഉസ്താദ് ഉപയോഗിച്ച ആ പഴയ കരല്ലാത്ത 3 തുണി ഇങ്ങോട്ട് വാങ്ങുക. ആടാ, എന്റെ വാപ്പാന്റെ മയ്യത്ത് കബറക്കാൻ പഴയ തുണിയിൽ എന്താ ഞാൻ അത്ര കായില്ലാത്തവനാ, ഇതൊക്കെ നമ്മൾ ചിന്തിക്കുക. നമ്മളെ കിബറ അങ്ങനെ പോവുക. എന്റെ വാപ്പാന്റെ മയ്യത്തെ പഴയ തുണിയിൽ പയന്തുണിയിൽ കഫൻ ചെയ്യാൻ മാത്രമൊന്നും ഞങ്ങൾ അത്ര മോശക്കാരല്ലാന്നാണ് ചിലപ്പോ നമ്മൾ ചിന്തിക്കുക. ഇത് നശിക്കാനുള്ളതാ. ഈ കബറിലേക്ക് വെക്കുമ്പോ അത് നുരുമ്പി പോവാനുള്ളതാ. അതുകൊണ്ട് പുതിയത് ജീവിക്കുന്നവർക്കും പഴയത് മയ്യത്തിനുമാണ് ഏറ്റവും നല്ലത്. അപ്പൊ അതുകൊണ്ട് അതിപ്പോ എത്രത്തോളം പ്രായോഗികമാവും അത് മറ്റൊരു വിഷയം. ഏതായാലും ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയുന്നു, നമ്മളാ നിസ്കരിക്കാൻ വേണ്ടി കുറെ ഉപയോഗിച്ച ആ വെള്ളത്തുണി, ആ നിസ്കരിക്കാൻ വേണ്ടി ഉപയോഗിച്ച ആ വെള്ളത്തുണി നമ്മുടെ നിസ്കാരക്കുപ്പായത്തിന്റെ അടിയിൽ കഫൻ ചെയ്യുന്ന സമയത്ത് ഒരു അരയുടുപ്പായി വരുമ്പോ നല്ലൊരു കാര്യമാണ്. നമ്മളൊരുപാട് സുജൂദ് ചെയ്യാൻ, നമ്മളൊരുപാട് ഇബാദത്ത് ചെയ്യാൻ, ദിക്ർ ചെല്ലാൻ ഉപയോഗിച്ച ഒരു വസ്ത്രം എന്റെ അഭിപ്രായ പ്രകാരം പല ഹദീസിന്റെ അടിസ്ഥാനത്തിലും അതൊരു സാക്ഷിയായി തീരും. നാളെ ഖബറിൽ അതൊരു സാക്ഷിയായി തീരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നിസ്കാരത്തിൽ ഭയഭക്തി കിട്ടാൻ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് നമ്മൾ വരിയും കുരിയും ഇല്ലാത്തതിലേക്ക് നോക്കുക. അതുപോലെ തന്നെ നമ്മൾ സുജൂദിന്റെ സ്ഥലത്തേക്ക് നോക്കുക. അതൊരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. സുജൂദിന്റെ മഹല്ലത്തിലേക്ക്, സ്ഥാനത്തേക്ക് നോക്കൽ സുന്നത്തില്ലാത്ത സമയം ഒന്ന് മാത്രമാണ് നിസ്കാരത്തിൽ. നിസ്കാരത്തിൽ ഒന്ന് മാത്ര. അതേതാ? പലോലും കാണാം അല്ലേ? എത്ര ആളുകൾ അത്തയ്യാത്ത് എന്താണ് എവിടെ റുക്കൂ ചെയ്യാനെങ്കിൽ പലോലും കാലിന്റെ വിരലുമ്മക്കാ നോക്കുക. അത്തഹിയാത്തിന് ഇരിക്കാനെങ്കിൽ നമ്മുടെ നേരെ തൊടമക്ക് നോക്കുന്നവര്, മദിയിലേക്ക് നോക്കുന്നവര് എങ്ങത്തൊക്കെയോ നോക്കി നിസ്കരിക്കുന്നത്. ഒരു ശ്രദ്ധ, പരമാവധി ഒന്ന് ശ്രദ്ധിക്കുക. പരമാവധി
ഒന്ന് ശ്രദ്ധിച്ചാൽ ഇത് ഉപകാരമായിരിക്കും എന്ന് ഞാൻ പ്രത്യേകമായി ഉണർത്തുന്നു. അത് ഇൻഷാ അല്ലാഹ് നമ്മൾ അവസാന ഭാഗത്ത് അത് വരും. നമ്മൾ അത്തഹിയാത്തിനിരിക്കുമ്പോ ഇല്ലല്ലാഹു പറയുമ്പോ കയ്യിന്റെ വിരൽ ഉയർത്തണം. ആ ഉയർത്തിയിടം മുതൽ അവസാനത്തെ അത്തഹിയാത്താണെങ്കിൽ സലാം വീട്ടുന്നത് വരെ, ആദ്യത്തെ അത്തഹിയാത്താണെങ്കിൽ അടുത്ത റക്അത്തിലേക്ക് നിൽക്കുന്നത് വരെ വിരലിലേക്ക് നോക്കലാണ് സുന്നത്ത്. ആ സമയത്ത് സുജൂദിന്റെ മഹല്ലത്തിലേക്ക് നോക്കൽ സുന്നത്തില്ല. അപ്പൊ അതുകൊണ്ട് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലാൻ വേണ്ടി കൈയുയർത്തുന്നതിനു മുമ്പ് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സുന്നത്താണ്. നിസ്കാരത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ എന്ന് പറഞ്ഞ മാതിരിയുള്ള ഒരു പ്രധാനപ്പെട്ട സുന്നത്താണ് ഏത് ഈ സുജൂദിന്റെ മഹല്ലത്തിലേക്ക് സ്ഥാനത്തേക്ക് നോക്കുക. അത് വരയും കുരിയൊന്നുമില്ലാത്ത, ശ്രദ്ധ മാറിപ്പോവാത്ത ഒറ്റക്കളറിലേക്ക് പ്രത്യേകം, അത് വെള്ളയാണെങ്കിൽ വെള്ളയിലേക്ക് നോക്കിയാൽ കൽബ് ശുദ്ധീകരിക്കും. നീലയിലേക്ക് നോക്കിയാൽ കൽബിന് സമാധാനം കിട്ടും. കറുപ്പിലേക്ക് നോക്കിയാൽ കൽബ് കതുത്തുപോകും. ഡാർക്കിലേക്ക് നോക്കിയാൽ മനസ്സിന് വിഷമം കൂടും. അതെല്ലാം കളർ സംബന്ധമായ ശാസ്ത്രീയമായ വശങ്ങളാണ്. അതൊക്കെ വീടിന് പെയിന്റ് അടിക്കുമ്പോ, വാഹനം വാങ്ങുമ്പോ, വസ്ത്രം വാങ്ങുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. വീടിന്റെ സീലിങ്ങും കിടന്നുറങ്ങുന്ന സമയത്ത് കാണുന്ന ഭാഗങ്ങളൊക്കെയും പരമാവധി ലൈറ്റ് കളറാക്കണം. അന്തമില്ലാത്ത വിവരക്കമ്മികള് ചിലപ്പം വീടിന്റെ സീലിങ്ങിന്റെ അടിയിൽ ഓട് പതിക്കും. പ്രത്യേകമായ ഒരു ടൈൽസ് ഉണ്ടല്ലോ, അത് പതിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? അതിനനുസരിച്ച കളർ അങ്ങോട്ട് കയറ്റി കൊടുക്കും. നല്ല ഡാർക്ക് ഈ ഓടിന്റെ കളർ തന്നെ കിട്ടാൻ വേണ്ടി അത് അടിച്ചു കൊടുക്കും. എത്ര 50 വോൾട്ടിന്റെ CFL-ന്റെ ബൾബ് ഇട്ടാലും എന്താകൂല? നിറം കിട്ടൂല. നിറം കിട്ടൂല. കാരണം ഇത് കളർ കൂടിയ കാരണം. പിന്നെ രാത്രി ഉറങ്ങുന്ന സമയത്ത് ഈ ഡാർക്ക് കളറിലേക്ക് നോട്ടം വന്നാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മനസ്സിന് ഒരു തിക്നെസ് കൂടുമെന്ന് വളരെ വ്യക്തമായി കളർ സംബന്ധമായ ശാസ്ത്രീയമായ പഠനത്തിൽ മുമ്പ് ഒരിക്കൽ അത് സംബന്ധമായ ഒരു വാരിക, ഒരു മാഗസിൻ എഴുതിയത് വ്യക്തമായി ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു. അതുകൊണ്ട് കളറുകളുടെ ഏറ്റവും നല്ല നിറം അത് വെള്ളയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്റെ പ്രിയപ്പെട്ട KMIC-യുടെ മുഴുവൻ ശ്രോതാക്കളോടും നമ്മുടെ വീട്ടിലുള്ള ഭാര്യ, പെങ്ങന്മാര്, പെൺകുട്ടികളൊക്കെയും ഒരു വരയും കൊരിയുമില്ലാത്ത പായ വാങ്ങിക്കൊടുത്ത് അതിൽ ഒരു വെള്ളത്തുണി വിരിച്ച് ഒരു നിസ്കരിക്കാനിന്റെ ഞാൻ എന്നുള്ള ഒരു ചിന്തയിലേക്ക് നമ്മുടെ വീട്ടിലെ സ്ത്രീകളെ എത്തിക്കലൊക്കെയാണ് വീട്ടിലെ ബറക്കത്ത്, വീട്ടിലെ ഐശ്വര്യം. അല്ലാതെ കഞ്ഞിമൂലയിൽ കക്കൂസില്ലാതിരിക്കലോ അഗ്നിമൂലയിൽ കിണറില്ലാതിരിക്കലോ ഒന്നുമല്ല വീട്ടിലെ ബറക്കത്ത്. വീട്ടിലെ ബറക്കത്ത് എന്താണ്? വീട്ടിലെ ബറക്കത്ത് അള്ളാഹു പൊരുത്തപ്പെടുന്ന രൂപത്തില് റസൂലുള്ളാന്റെ സുന്നത്തുകളൊക്കെയും പാലിച്ചും കൊണ്ടുള്ള ഇബാദത്ത് നടക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ വീട്ടിൽ ബറക്കത്ത്, ജീവിതത്തിൽ ഐശ്വര്യം ലഭിക്കുക എന്ന് പ്രത്യേകമായി ഉണർത്തി. ഇനി കൈയുയർത്തേണ്ട രൂപം ഞാൻ ഒറ്റ വാക്കിൽ ആദ്യം പറയാം. പല ഖിലാഫുകളും ഒക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ ഒഴിവാക്കി അതിന്റെ യഥാർത്ഥ രൂപം തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുന്ന നേരത്ത് 2 കൈ, അതായത് നമ്മുടെ ഉള്ളം കൈ കിബിലയിലേക്ക് വരണം. അതിന്റെ നമ്മുടെ പുറം കൈ ഉണ്ടല്ല, എന്താ പൊറാദീനം, മുതുക്, എന്താ ഈ പുറം കൈ, എന്താ അപ്പൊ അതിന് മലയാളത്തിൽ എന്താ വാക്ക്? സാധാരണ കൈയിന്റെ ഉള്ളം കൈന്ന് നമുക്കറിയാം. മറ്റതെന്താണ്? അതിന്റെ ലഹറ്, അതായത് പൊറാദി. അത് നേരെ ഏകദേശം ചുമലിന്റെ നേരക്കാണ് അത് വരേണ്ടത്. ഇന്ന് അതില്ല. ഇനി നമുക്കറിയാമല്ലോ, നമ്മളുടെ പലവരുടെ കൈയും പോകുന്നത് നേരെ. ഇപ്പൊ ഞാനൊന്നും ഇങ്ങോട്ട് ഇതിപ്പോ നമ്മളൊരു സദസ്സിലുള്ള ക്ലാസ് ആണെങ്കിൽ, ഒരു സദസ്സിൽ ഒരു അഭിമുഖമായുള്ള ക്ലാസ് ആണെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് ഈ ക്ലാസ് കഴിയും. ഇത് മുഅ്മിനീങ്ങളെ യഥാർത്ഥത്തിൽ നിസ്കരിക്കാൻ നിൽക്കുമ്പോ തക്ബീറത്തുൽ ഇഹ്റാം ചെല്ലുമ്പോ കൈ ഉയർത്തേണ്ടത് ഇതേ രൂപത്തിലാണ്. കഴിഞ്ഞ് ഇതിപ്പോ ഓൺലൈനിലാണ്. അതേമായി തന്നെ പല റേഡിയോ ശ്രോതാക്കൾ ഉണ്ടാകും. ആ റേഡിയോ ശ്രോതാക്കൾ ചിലപ്പം കഥകളാകുമ്പോ നമ്മൾ ആ കൈ ഉയർത്തേണ്ട രൂപം പറഞ്ഞപ്പോഴായിരിക്കും ആരെങ്കിലും കഥയിൽ കയറി വന്നിക്കുക. അപ്പോ എനിക്ക് ഈ രൂപം കേൾക്കാൻ കൂടിയിട്ടുണ്ടാവില്ല. അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ ഉദിക്കുന്നുണ്ട്. അതുകൊണ്ട് എളുപ്പം മനസ്സിലാക്കുന്നവരും മുമ്പ് മനസ്സിലാക്കി വെച്ചവരും എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാർക്ക് മനസ്സിലാവട്ടെ എന്ന ഒരു ചിന്തക്ക് സഹകരിച്ചു തരണമെന്ന് സാന്ദർഭികമായി ഉണർത്തി. നമ്മുടെ 2 ഉള്ളൻ കൈ കിബിലയിലേക്കാവണം.
അതുപോലെ തന്നെ നമ്മളെ ഈ പുറം കൈ, അതായത് ഉള്ളം കൈയിന്റെ മറ്റേ ഭാഗം, ആ ഭാഗം എന്തുവാണ് നേരെ ചുമലിന്റെ നേരക്കാണ് വരേണ്ടത്. ഒരു കാര്യം ഉറപ്പാണ്, ഇന്ന് പലവരും കൈ ഉയർത്തുമ്പോ ഇപ്പൊ നമ്മൾ പടിഞ്ഞാത്ത് തിരിഞ്ഞു നിൽക്കുമ്പോ ഈ വലത്തെ കൈയിന്റെ ഉള്ളം കൈ ഇടത്തെ കൈയിന്റെ ഉള്ളം കൈയിലേക്ക് ഒരു അഭിമുഖമായി വരുന്ന രൂപത്തിലാണ് പലവരും കൈ ഉയർത്തുന്നത്. അപ്പൊ നമ്മൾ അവരെന്തായി, ഈ രണ്ട് ഉള്ളം കൈ കിബിലയിലേക്കായില്ല, ആ സുന്നത്ത് പോയി. പിന്നെ രണ്ട് പുറം കൈ, അതായത് കൈപ്പുറം, അങ്ങനെ അത് പറയാ, കൈപ്പുറം എവിടെ വരണം? കൈയിന്റെ പുറല്ലേ, അത് നല്ലൊരു വാക്കാട്ടോ, ഞാൻ മറന്നതാണത്. കൈപ്പുറം എങ്ങത്ത് വരണം? കൈയിന്റെ പുറല്ലേ, അത് എവിടെ വരണം? നമ്മുടെ ചുമലിന്റെ നേരക്കും വരണം. അത് ഉസ്താദായി ഇപ്പോഴൊക്കെ പേര് കിട്ടിയത്, നിങ്ങൾ എളുപ്പം ഓർമ്മിക്കാൻ പറ്റിയതാ. ഈ മസ്അല മറക്കാതിരിക്കാന് ഹസൻ ഉസ്താദെ, തക്ബീറത്തുൽ ഇഹ്റാമിൽ കൈ ഉയർത്തുമ്പോ അതിന്റെ രൂപം മറക്കാതിരിക്കാൻ ഏറ്റവും നല്ലതെന്താ? കൈയിന്റെ രണ്ട് ഉള്ളം കൈപ്പുറം എവിടെ വരണം? രണ്ട് മുതുകിന്റെ നേരക്ക് വന്നാൽ നമ്മുടെ ഏകദേശം കൈ ഉയർത്തൽ എന്താവും? ശരിയാവും. അത് മറക്കാതിരിക്കാൻ പറ്റിയ നല്ലൊരു രൂപമാണെന്ന് സാന്ദർഭികമായി ഉണർത്തുന്നു. നല്ല രാജ്യത്തിന്റെ പേരുകൊണ്ട് മസ്അല പറയാൻ ഭാഗ്യം കിട്ടിയത് ആരും കിബറ് കാത്തിയിട്ട് കാര്യമില്ല, അതൊക്കെ ഓരോരുത്തർക്ക് അള്ളാഹു ചെയ്യുന്നൊരു അനുഗ്രഹങ്ങളാണ് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഏതായിരുന്നാലും അത് അപ്പൊ നമ്മൾ കൈ ഉയർത്തുമ്പോ രണ്ട് മുൻകൈ നല്ല ശ്രദ്ധിക്കുക. ഉള്ളം കൈ കിബിലയിലേക്ക് വരിക, നമ്മുടെ കൈപ്പുറം, കൈയിന്റെ പുറം എങ്ങോട്ടും വരിക, നമ്മുടെ മുതുകിന്റെ നേരക്കും നമ്മളെ മങ്കിബ് തോലിന്റെ നേരക്കും വരിക. എന്നിട്ട് കൈയാണ്ട് ഉയർത്തിക്കഴിഞ്ഞാൽ തള്ളാൻ വിരല് ഏകദേശം ചെവിയുടെ തൊട്ടി എന്ന് പറയുന്നതിന്റെ ഭാഗത്തേലും വിരലുകളുടെ തുമ്പ് ഏകദേശം ചെവിയുടെ മുകൾ ഭാഗത്തേക്കും രൂപമാവുന്ന രൂപത്തിൽ കൈ ഉയർത്തുക. അങ്ങനെ നമ്മൾ തൂക്കിയിട്ട കൈ ഉയർത്താൻ തുടങ്ങലോട് കൂടെ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലൽ തുടങ്ങുക. കൈ ഉയർത്തി കയ്യലോട് കൂടെ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി അവസാനിപ്പിക്കുക. കൈ ഉയർത്തി കഴിഞ്ഞു, തക്ബീറത്തുൽ ഇഹ്റാമും ചൊല്ലിക്കഴിഞ്ഞു, നേരെ ആ കൈ എങ്ങോട്ട് കൊണ്ടുവരിക? നെഞ്ചിന്റെയും പുക്കലിന്റെയും ഇടയിലേക്ക് കൊണ്ടുവരിക. ഇതാണ് അതിന്റെ യഥാർത്ഥ അഫ്ളലായ രൂപം. പിന്നെ നമ്മുടെ ഷാഫി മദ്ഹബില് പല അഭിപ്രായ വ്യത്യാസങ്ങളും ഈ വിഷയത്തിൽ പറയുന്നുണ്ട്. ആ അഭിപ്രായ വ്യത്യാസത്തിലേക്ക് കടന്നിട്ടൊരു കാര്യമില്ലല്ലോ. നമ്മൾ മുഅ്തമദും അഫ്ളലും ഏതാണെങ്കിൽ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ട് തക്ബീർ ചൊല്ലുമ്പോൾ രണ്ട് കൈകളും തുറന്നു പിടിച്ച് വിരലുകൾ പരസ്പരം അകറ്റിപ്പിടിച്ച് ചുമലിനു നേരെ ഉള്ളൻ കൈ കിബിലയിലേക്കും കൈയിന്റെ പുറം ചുമലിക്ക് നേരെയുമായി ഉയർത്തി കൈകൾ ഉയർത്തലും തക്ബീർ ചൊല്ലലും ഒന്നിച്ചാക്കുകയും ഒന്നിച്ചവസാനിപ്പിക്കുകയും ശേഷം നെഞ്ചിന്റെയും പുക്കലിന്റെയും ഇടയിലേക്ക് ആ കൈയിനെ കൊണ്ടുവരികയും ചെയ്യുക. അവിടെ ഒരു ചെറിയ അഭിപ്രായം കയർന്ന് കളിക്കുന്നുണ്ട്. അപ്പൊ ആരെങ്കിലും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഓന് ഒറ്റടിക്കാണ്ട് ആക്ഷേപിക്കണ്ട. ചില ഇമാമീങ്ങൾ പറയുന്നത് കൈ ഉയർത്തി തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിക്കഴിഞ്ഞാൽ ഈ കൈ നേരെ താഴത്തേക്ക് കൊണ്ടുവരിക. നമ്മൾ എഴുത്തിലാലിൽ ഒന്ന് ശ്രദ്ധിക്കുക. തക്ബീറത്ത് റുക്കൂയിൽ നിന്ന് എഴുത്തിലാലിലേക്ക് വരുമ്പോ കൈ ഉയർത്തുമല്ലോ. കൈ ഉയർത്തിയിട്ട് ഇപ്പൊ നമ്മൾ നേരെ എന്താ ചെയ്യുക? ആ കൈ നേരെ തൂക്കിയിടലാണ് അല്ലെ? അതേമാതിരി ചെയ്തിട്ട് പിന്നെ നെഞ്ചിന്റെയും പുക്കലിന്റെയും മെതയിലേക്ക് വെക്കുകയാണ് വേണ്ടത് എന്നൊരു അഭിപ്രായമുണ്ട്. ഫത്ഹുൽ മുഈൻ പോലത്തെ എല്ലാ കിതാബിലും പറയുന്നത് തൂക്കിയിട്ട് പിന്നെ രണ്ടാമത് നെഞ്ചിന്റെയും പുക്കലിന്റെയും മെതയിലേക്ക് കൊണ്ടുവരുന്നതിനേക്കാൾ നല്ലത് നേരെ നെഞ്ചിന്റെയും പുക്കലിന്റെയും മെതയിലേക്ക് കൊണ്ടുവരലാണ്. കാരണം ആദ്യം തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിക്കഴിഞ്ഞ് കൈ തൂക്കിയിട്ട് പിന്നെ നെഞ്ചിന്റെയും പുക്കലിന്റെയും മെതയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരുപാട് അനക്കങ്ങൾ അധികരിക്കും. അതുകൊണ്ട് കൈ ഉയർത്തിക്കഴിഞ്ഞ് നേരെ നെഞ്ചിന്റെയും പുക്കലിന്റെയും മെതയിലേക്ക് കൊണ്ടുവന്ന് ഇനി ശ്രദ്ധിക്കുക. അപ്പൊ എല്ലാരും ഇനി വളരെ ആരും പല്ലവരും നമ്മുടെ സ്ത്രീകളിൽ 100% എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാഹ് ഒരുപാട് ഈ സമയത്ത് ചിലപ്പോ 169 170 ഐരകള്
എല്ലാവരും ഇത് കേൾക്കാൻ താല്പര്യമുണ്ട്. കാരണം നമ്മൾ ഇങ്ങനത്തെ ഒരു ക്ലാസ് ആകുമ്പോ ചിലപ്പോ ഇങ്ങനെ ഒരു ഫിക്കിയായ ക്ലാസ് ഇല്ലെങ്കിൽ ഒരു 120, 130 ഐഡിയൊക്കെ ഉണ്ടാവുക. ഇങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ ആകുമ്പോ അൽഹംദുലില്ലാ KMIC-യിലേക്ക് പലവരും കടന്നു വരുന്നു. അതെന്താണ്? ഈ വിഷയം പഠിക്കാനുള്ള താല്പര്യമാണല്ലോ. അപ്പൊ 170 ഐഡിയകൾ ഉണ്ടെങ്കിലും ഒരു 100 ഐഡിയകൾ ചിലപ്പം കേൾക്കുന്നവരുണ്ടാവും. ബാക്കി ഒരു ഹയാത്ത് ഉണ്ടാവൂല, അഥവാ ഒരു ഐഡിയക്ക് ഹയാത്ത് ഉണ്ടാവൂല. അതിനനുസരിച്ച ഒരുപാട് റേഡിയോ ശ്രോതാക്കൾ ഉണ്ടാവും. അവരോടൊക്കെയും ഞാൻ പറയുന്നു, നമ്മുടെ വീട്ടിലുള്ള സഹോദരിമാരെ നിങ്ങൾ ഈ വിഷയത്തിലൊന്ന് സെറ്റപ്പാക്കി നോക്കി. എന്നാ അതിലെ ഉപകാരം എന്താണെന്നറിയോ? ഇന്നിപ്പോ ഈ KMIC-യിലുള്ള ഈ സാധാരണക്കാർ നാട്ടിലായിരുന്നുവെങ്കിൽ ഇത്തരം മസാലകളൊന്നും മനസ്സിലാക്കാൻ കൂടൂല, അല്ലേ? ഞാനൊരു അഭിപ്രായങ്ങളോട് ചോദിക്കുകയാണ്. നമ്മുടെ KMIC കൊണ്ട് നമ്മുടെ സമൂഹത്തിന് ഉപകരിക്കണം, മാറ്റം ഉണ്ടാവണം എന്ന നിലയ്ക്ക് ഞാൻ പറയാണ്. ആലൂര്, ഷിഹാബ് സവാമ, അതേമായിക്കാണ് ഇങ്ങനെ ഒരുപാട് ആളുകൾ ക്ലാസ് റൂമിലുണ്ട്. ശരിയല്ലേ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നിങ്ങളിപ്പോ നാട്ടിലൊരു ജോലിയിലാണെങ്കിൽ ഇങ്ങനെ ദീനിയായ വിഷയങ്ങൾ കേൾക്കാൻ നാട്ടിൽ സൗകര്യമുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. നമ്മൾ ഇന്ന് ഒരുപാട് പ്രഭാഷണങ്ങളും വയലുകളും ക്ലാസ്സുകളും എല്ലാം കേൾക്കുന്നത് ഗൾഫിൽ ഒരു KMIC-യിലെ ഒരു പ്രവർത്തകനും ശ്രോതാവും ആയതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ഒരു 10 കൊല്ലം അല്ലെങ്കിൽ ഒരു 15 കൊല്ലങ്ങൾ ഗൾഫിൽ ജോലി ചെയ്തു, ഒരു 5 സെന്റ് സ്ഥലം വാങ്ങാൻ നിങ്ങൾക്ക് ആർക്കും സാധിച്ചില്ല എന്ന് വെക്കുക. ഞാൻ പറയാണ്, ഇപ്പൊ നമ്മൾ അബുസുനു എത്ര കൊല്ലായി? ഞാൻ അബുസുനുവിന്റെ നാട്ടിൽ ക്ലാസ് തുടങ്ങിയിട്ട് 9 കൊല്ലായി. 9 കൊല്ലത്തിന്റെ മേലായി അബുസുനുവിന്റെ നാട്ടില്. അതിന്റെ മുമ്പ് അബുസുന് ഗൾഫിലാ. ഞാൻ അബുസുന് ഇപ്പൊ ക്ലാസ് റൂമിൽ ഉണ്ടോ ഇല്ലേ എന്നൊക്കെ അറിയില്ല. അതിന്റെ മുമ്പ് അബുസുന് ഗൾഫിലാ. പക്ഷെ ഇന്നും അബുസുന് ഒരു 5 സെന്റ് സ്ഥലം വാങ്ങി ഒരു പെര കയറ്റാൻ ഭാഗ്യം കിട്ടിയിട്ടില്ല. സാമ്പത്തിക പ്രയാസാണ്. അങ്ങനെ പലവരുണ്ട്. അള്ളാഹു അവർക്കൊക്കെയും വാഹത്തുള്ള വീട് കയറ്റാനും അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അടുത്ത റമളാനാവുമ്പോഴേക്ക് ഒരു തറയെങ്കിലും ഇടാനുള്ള ഒരു അവസരം അള്ളാഹു താല അവർക്കൊക്കെ തൗഫീക്ക് നൽകുമാറാവട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞെന്താ, പടച്ചവനെ, ഞാനൊരു 10 കൊല്ലം 15 കൊല്ലം ഗൾഫിൽ ജോലി ചെയ്തു, ഒന്നും സമ്പാദിക്കാൻ എനിക്ക് ദുനിയാവിൽ സാധിച്ചില്ലെങ്കിലും എന്റെ ഭാര്യയുടെ, എന്റെ മക്കളുടെ, എന്റെ ജീവിതത്തിലെ നിസ്കാരം, ഒളൂഅ്, അതുപോലത്തെ മറ്റു ഇബാദത്തുകളുടെ കുറെ മസ്അലെങ്കിലും ഗൾഫിൽ ജോലി ചെയ്ത കാരണം പഠിക്കാൻ സാധിച്ചു എന്നെങ്കിലും നമുക്ക് സമാധാനിക്കാമല്ലോ. അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരോട് പറയുന്നു, നിങ്ങളൊക്കെയും ഇനി വീട്ടിലേക്ക് വിളിക്കുമ്പോ അവന്റെ ഭാര്യയ്ക്ക് ആദ്യം പറയാ, ഭാര്യക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ മതിയല്ലോ. ഭാര്യ അതേമാതിരി മക്കൾക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോളും. അതുകൊണ്ട് ഇതേ രൂപത്തിൽ കൈയുയർത്തലും കൈ താഴ്ത്തലും ഒക്കെയും സ്ത്രീകൾക്കും സുന്നത്താണ്. അതുകൊണ്ട് ഈ KMIC-യുടെ ഒരു സന്ദേശമായി എന്റെ വീട്ടിലുള്ള സഹോദരിയുടെ നിസ്കാരം, ഭാര്യയുടെ നിസ്കാരം, പെൺമക്കളുടെ നിസ്കാരം ഈ രൂപത്തിലായിത്തീരണം. വരും കുരില്ലാത്തൊരു പായ വാങ്ങാനും ഒരു വെള്ളത്തുണി വിരിച്ച് നിസ്കരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയാൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഖൽബിലുള്ള പലജാതി ചിന്തകൾ ഒഴിവാക്കി ഖദ് അഫ്ലഹൽ മുഅ്മിനൂന അല്ലദീന ഹും ഫീ സലാത്തിഹിം ഖാശിഊൻ എന്ന് പറയുന്ന ഒരു നിസ്കാരക്കാരിലേക്ക് പൂർണ്ണമായും നമുക്ക് പെടാൻ സാധിച്ചില്ലെങ്കിലും അതിന്റെ ഒരു വക്കിലൂടെ, അതിന്റെ അരികിലൂടെയെങ്കിലും എത്താൻ ഒരു പരിധി വരെ ഇതുപോലത്തെ സുന്നത്തുകൾ ശ്രദ്ധിക്കുന്നതിലൂടെ നമുക്ക് സാധിക്കും എന്ന് പറഞ്ഞ് കൈ നേരത്തെ നെഞ്ചിന്റെയും പുക്കളിന്റെയും മെതയിലേക്ക് കൊണ്ടുവന്ന് നോക്കി. ഇനി എവിടെയപ്പ നമ്മൾ കൈ പിടിക്കണ്? ഇന്ന് രാവിലെ പലരും പറഞ്ഞ മാതിരി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് വാസ്തവത്തിൽ ഇന്ന് പലവരും ഈ ഒരു സുന്നത്ത് പാതേ ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് മണിബന്ധം, കൂഴ് എന്നാ പറയാ, മണിബന്ധം. ആ മണിബന്ധത്തിന്റെ ഇടത്തെ കൈയിന്റെ മണിബന്ധത്തിന്റെ മേലിലാണ് വലത്തെ കൈ വെക്കേണ്ടത്, അല്ലെ? എന്നിട്ടോ അങ്ങനെ വെച്ചിട്ട് അല്പം ഒന്ന് ഇടതുഭാഗത്തേക്ക് ചെരിച്ചു വെക്കുക. അവിടെ വളരെ വ്യക്തമായൊരു മസാല ഞാൻ പറയാണ്. മുമ്പ് ഞാൻ ക്ലാസ് റൂമിൽ അത് പറഞ്ഞപ്പോ അന്ന് ക്ലാസ് റൂമിലുള്ള പലവരും പറഞ്ഞു, ഉസ്താദേ അത് വളരെ ഒരു ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു മസാലയാണ്. ഏതാ? നല്ല തിക്നെസ് ഉള്ള ജമാഅത്താണ് എന്ന് വെക്കുക. നല്ല സെഫുകളൊക്കെയും ഇങ്ങനെ ഫിറ്റായി നിൽക്കുക. ചിലപ്പോ നമ്മൾ ഈ പെരുന്നാൾ നിസ്കാരം, ഹർത്താലും
അതുപോലെ തന്നെ ബന്ധക്കുള്ള ദിവസം വെള്ളിയാഴ്ച പള്ളികളിലൊക്കെ നല്ല തിരക്കായിരിക്കും. കുട്ടികൾ ആരും സ്കൂൾക്ക് പോയിട്ടുണ്ടാവൂല, കച്ചവടക്കാരൊന്നും പോയിട്ടുണ്ടാവൂല, പള്ളി നിറച്ച ആളായിരിക്കും. അപ്പൊ ചിലപ്പോൾ സെഫുകളൊക്കെ നല്ല ഫിറ്റേക്കാരം. അപ്പൊ നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിക്കഴിഞ്ഞ് കൈ ഇങ്ങനെ നെഞ്ചിന്റെയും പുക്കലിന്റെയും മെതയിൽ വെക്കാൻ നേരത്ത് ചിലപ്പോ എന്താവും, നമ്മുടെ ഈ മുത്തിൻ കയ്യ്, ഇടത്തെ മുത്തിൻ കയ്യോ വലത്തെ മുത്തും കയ്യോ മറ്റോന്റെ വാരിയെല്ലുമ്പോ പോയിട്ട് ഇങ്ങനെ കുത്തുന്നുണ്ടാവും. ഇവന്റെ മുത്തും കയ്യൊരു എല്ല് ഇടത്തെ ഭാഗത്ത് നിൽക്കുന്നത് അബൂറയ്യാന്റെ മാതിരി ഒരു തീരെ തടില്ലാത്ത ഒരാളാണെങ്കിൽ ഇവന്റെ മുത്തും കൈ ഇങ്ങനെ ഈ വാരിയെല്ലുമ്പോ തത്തുമ്പോ കണ്ണിന് ഇങ്ങനെ വള്ളം വരുന്നുണ്ടാവും. കാരണം ഈ എല്ലുമ്പോ ഇങ്ങനെ തത്തുമ്പോൾ തിരക്ക് കാരണേ. അപ്പൊ നമ്മൾ ചില ആളുകൾ എന്ത് ചെയ്യാറുണ്ട്, ഈ എന്ത് ചെയ്യും, നമ്മളിങ്ങനെ നിക്കരിക്കാൻ സെഫിന്റെ അതേന്ന് നമ്മുടെ ഇടത്തെ കൈയിന്റെ മുത്തിൻ കയ്യ് ഇടതുഭാഗത്ത് നിൽക്കുന്നവന്റെ ബാക്കിലേക്കൊന്നതാക്കി വെക്കും. നമ്മൾ നിൽക്കാനുള്ള ഒരു സൗകര്യത്തിന് വളരെയധികം സാധാരണക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു മസലയാണത്. ഈ തിരക്ക് മനസ്സിലായവരൊന്ന് മനസ്സിലായി എന്ന് പറയാം. നിങ്ങൾക്ക് ഇത് ഒരു ഓൺലൈനിലാവുമ്പോ നിൽക്കുന്ന മനസ്സിലേക്ക് ഇതിപ്പോ സാധാരണക്കാർക്ക് തിരിഞ്ഞിട്ടില്ലേന്ന് തോന്നുമ്പോഴാണ് ഞാൻ വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കുന്നത്. എന്നോട് ക്ഷമിക്കണം, ഇനി ഞാൻ അതൊക്കെ ഞാൻ നിങ്ങളെ ഉണർത്തുകയാണ്. അപ്പൊ നമ്മുടെ കയ്യിന്റെ മുത്ത് നമ്മൾ മറ്റോന്റെ വാരിയെല്ലുമ്മ ചെന്ന് കുത്തണ്ട എന്ന് വിചാരിച്ച് അവന്റെ ബാക്കിലേക്കൊന്ന് അതാക്കി വെക്കും നമ്മളെ കൈ. എന്താ അവിടെ പ്രശ്നം എന്നറിയങ്ങള്, അപ്പൊ കാനപ്പന്റെ നെഞ്ചൊന്ന് തെച്ചിട്ടുണ്ടാവും. പടിഞ്ഞാറിൽ നിന്ന് കിബിലയിൽ നിന്ന് ഈ നെഞ്ച് തെച്ചിട്ടുണ്ടാവും. നിക്കാലത് വാത്തിലാവും. നിക്കാലത് വാത്തിലാവും. കാരണം നെഞ്ച് മുഖമായാലും മറ്റ് ഏതു ഭാഗവും കിബിലയിലേക്കാവൽ സുന്നത്തുള്ളൂ. നേരെ മറിച്ച് തക്ബീറത്തുൽ ഇഹ്റാം മുതല് പിന്നെ സലാം വീട്ടുന്നത് വരെ ഒരു കാരണവശാലും നിന്ന് നിസ്കരിക്കുന്നവൻ ഇരുന്ന് നിസ്കരിക്കുന്നവർ പോലാത്തവര് നെഞ്ച് കിബിലയത്വത്ത് തെറ്റാൻ പാടില്ല, തെറ്റിയ നിസ്കാരം പാടില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി കൈ വെക്കുമ്പോ നല്ല തിരക്കുള്ള സെഫിന്റെ ഇടയിൽ ഫിറ്റായി നിൽക്കുന്ന സെഫിന്റെ ഇടയിൽ നിൽക്കുമ്പോ പല സാധാരണക്കാരും നിൽക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ഇവന്റെ ഇടത്തെ കൈയ്യ് ഇടഭാഗത്തുള്ളവന്റെ ബാക്കിലേക്കൊന്ന് ആക്കി വെക്കുമ്പോ അറിയാതെ നെഞ്ച് ചെരിഞ്ഞു പോകുന്നുണ്ട്, കിബിലയത്വത്ത് ചെരിച്ചല് വരുന്നുണ്ട്. അത് അവന്റെ നിസ്കാരത്തെ ബാധിക്കും എന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്. അത് ഫർളും ഷർത്തുമായ ഭാഗമാണ്. നമ്മുടെ ക്ലാസ് ഇപ്പോൾ സുന്നത്തിലായതുകൊണ്ട് ഞാൻ അതിന്റെ കൂടുതൽ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. അതുപോലെ തന്നെ ഗൾഫ് മേഖലയിൽ വളരെ വ്യാപകമായി ഒരു അബദ്ധം, അത് ഏത് അറബി ചെയ്തു എന്നൊന്നും നമ്മൾ നോക്കണ്ട. ഇമാമിന്റെ നിസ്കാരം സഹി അല്ലെങ്കിൽ മൗമൂമിന്റെ നിസ്കാരം സഹി ആവൂല. മൈക്കേല് ശബ്ദം കേൾക്കാൻ വേണ്ടിയിട്ട് നേരെ ബന്റെ മുമ്പിൽ മൈക്ക് വെച്ചിട്ടുണ്ടാവും. എന്താ പ്രിയപ്പെട്ടവര്, അങ്ങനെ മൈക്കേല് കേൾക്കണമെങ്കിൽ നല്ല പോക്കറ്റ് മൈക്ക കിട്ടാനൊരു കാലഘട്ടമാണല്ലോ അല്ലേ. അപ്പൊ വലിയ ജമാഅത്തൊക്കെ ആകുമ്പോ മൈക്കൊക്കെ ഉപയോഗിക്കേണ്ടി വരും. ഈ പോക്കറ്റ് മൈക്ക് കിട്ടാനുള്ള ഒരു കാലത്ത് എന്തിനാണ് ഈ നിക്കാലം ബാത്തിലാക്കുന്നത്? മേരബന്റെ മുമ്പ് കൊണ്ടുപോയിട്ട് അത് മൈക്ക് വെക്കും. നമ്മുടെ കേരളത്തിൽ തന്നെ ചില പള്ളികളിൽ എന്തിനപ്പ പറയണ്ട, പച്ചമലയാളത്തിൽ എനിക്ക് അതിനൊരു ഉദാഹരണം ഉണ്ട്. അത് ഓൺലൈൻ ആയതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഒരു ചെറിയ ആത്തുംകൂരിന്റെ മാതിരിക്കുള്ള ഒരു മെഹ്റാബേക്കാലം. എന്റെ ഉദാഹരണ വിഷയത്തിൽ അതൊന്നല്ല, വേറൊരു ഉദാഹരണം അയ്യപ്പ പറഞ്ഞില്ല. ഒരു ചെറിയ ആത്തുംകൂത്ത് പോലത്തെ ഒരു ചെറിയ മിഹ്റാബ്, എന്നിട്ട് അതിലൊരു മൈക്ക. എന്നിട്ട് ഈ മൈക്ക് എന്ത് ചെയ്യാണ്, ഇപ്പൊ ഇങ്ങനെ മുമ്പിൽ വെച്ചിട്ട് സുജൂദിൽക്കും റുക്കൂയിൽക്കും പോകും പോലെ പാമ്പ് ചേര മാളത്തേക്ക് പോകും പോലെ ചെരിഞ്ഞിട്ടും മറിഞ്ഞിട്ടുമാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും പല ഇമാമീങ്ങത നെഞ്ചും ഈ ഒരു മൈക്കക്ക് വേണ്ടിയിട്ട്, ഞാൻ വളരെ വ്യക്തമായി പറയുന്നു, ഈ ഒരു മൈക്കക്ക് വേണ്ടിയിട്ട് പലപ്പോഴും പലവരുടെ, കാരണം എന്താ, ഈ മൈക്ക് അങ്ങനെ നിൽക്കാണ്. പിന്നെ ഇപ്പൊ എനിക്ക് സുജൂദിക്കാൻ പോവാണെങ്കിൽ ഒന്ന് ചെരിയണം, കാരണം അല്ലെങ്കിൽ മൈക്കമ്മ ചെന്ന് മുട്ടും. അല്ലെങ്കിൽ സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ ഒന്ന് ചെരിയണം, അല്ലെങ്കിൽ മൈക്കമ്മ ചെന്ന് മുട്ടും. എന്ത് ചെയ്യാണ്, ഈ മൈക്കും വേണ്ടിയിട്ട് ഇവന്റെ നെഞ്ച് കിബിലയത്വത്ത് തെറ്റുന്ന സാഹചര്യം പലപ്പോഴും മൈക്ക മുമ്പിൽ വെച്ച് നിസ്കരിക്കുമ്പോൾ ഉണ്ടാകുന്നു. അതും നമ്മുടെ സുന്നത്തുമായി ബന്ധപ്പെട്ട വിഷയമല്ല എങ്കിലും ഒരു സാന്ദർഭികമായി ആ ഒരു വിഷയം ഉണർത്തിയതാണ്. അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തി. നേരെ ഇന്ന് പലവരും നമ്മൾ കൈ ഉയർത്തി താഴ്ത്തിട്ടോ, അൽഹംദുലില്ലാ
മിഞ്ഞാൻ ഉയർത്തിയ കൈ നമ്മൾ താഴ്ത്തിയിട്ടുണ്ട്. ഇത്രയും വിശദീകരിച്ചിട്ടും കൈ ഉയർത്തേണ്ട രൂപം മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ വീണ്ടും ചോദിച്ച് മനസ്സിലാക്കണമെന്ന് ഉണർത്തി കൈ ഇന്ന് പലവരും എന്താ ചെയ്യുന്ന. അതിന്റെ ഇടയിൽ ഒരു മസല കൂടി പറയാൻ മറന്നെയാണ്. അള്ളാഹുത്താല കാത്ത് രക്ഷിക്കട്ടെ. ചിലപ്പോ ഈ കരിമ്പും ജ്യൂസ് കച്ചവടം ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. നിങ്ങൾക്ക് മനസ്സിലായില്ല, ഞങ്ങളൊന്ന് ഉണർത്താൻ വേണ്ടിയിട്ടപ്പോ ഞാൻ ആ മസലാണ്. എന്താ ഉസ്താദെ കരിമ്പും ജ്യൂസും കച്ചവടം തക്ബീറത്തുൽ ഇഹ്റാമും തമ്മിൽ ബന്ധന്ന്. ഞാൻ ചിലപ്പോ ഇങ്ങനെ ഫിഖിന്റെ കിതാബ് നോക്കുമ്പോഴേ ഞങ്ങൾ എങ്ങനെ ഇപ്പൊ ഈ മസല സാധാരണക്കാർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ഞാൻ അങ്ങനെ ആലോചിച്ചു. അപ്പൊ ഇന്ന് കിട്ടിയ ഒരു ഉദാഹരണം, കരിമ്പും ജ്യൂസും കഴിച്ചിട്ട് മുൻകൈയും പെയ്ക്കാനാ. മിഷേന്റെ ഉള്ളിൽ കൈ കുടുങ്ങിച്ച് മുൻകൈ ഒരാൾക്ക് പെയ്ക്കണെന്ന് വെക്കുക. എന്നാ പോന് ഈ കൈ ഉയർത്തൽ സുന്നത്തുണ്ടോ? കരിമ്പും ജ്യൂസ് മാത്രമല്ല, സാധാരണ കൈയിന്റെ വിരലും മുൻകൈയൊക്കെ മിക്ക ആൾക്കാർക്കും നഷ്ടപ്പെടുന്നത് ജോലി കാരണം കരിമ്പും ജ്യൂസും കച്ചവടക്കാർക്കാ. അള്ളാഹുത്താല കാത്ത് രക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ അവയവങ്ങളെ പല ഫാക്ടറികളിലും മില്ലുകളിലൊക്കെയും ജോലി ചെയ്യുന്ന പലവരുടെയും കൈപ്പറ്റി പോയ ഈ മുൻകൈയൊക്കെ മുറിഞ്ഞു പോയ എത്രയോ ആളുകളെ കാണാം. രോഗം കാരണം കൈ മുറിച്ചവരെ കാണാം. അപ്പൊ അതുകൊണ്ട് അള്ളാഹുത്താല അപകടങ്ങളിൽ കാരണവും രോഗം കാരണവും നമ്മുടെ അവയവങ്ങൾ നഷ്ടപ്പെടലിനെ തൊട്ട് അള്ളാഹുത്താല കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അപ്പൊ ഒരാളുടെ 2 മുൻകൈയും മുറിഞ്ഞു പെയ്ക്കണെന്ന് വെക്കുക. നിങ്ങൾക്കൊരു ഇഷ്കാൽ ഉണ്ടാവൂലേ അല്ലേ? അങ്ങനെ ഇഷ്കാല് വരുമല്ലോ. അങ്ങനെ ഇപ്പൊ നമ്മൾ ഒരാളെ കണ്ടു എന്ന് വെക്കുക. നമ്മൾ ജമാഅത്തിന് പോയപ്പോ ഒരു മുൻകൈ മുറിഞ്ഞു പോയ ആളെ, അല്ലെങ്കിൽ 2 മുൻകൈയും മുറിഞ്ഞു പോയ ആളെ, അതല്ലെങ്കിൽ പ്രസവത്തിൽ തന്നെ പ്രസവത്തിൽ തന്നെ അതൊന്നും ഇപ്പൊ ചർച്ചയല്ല. നമ്മുടെ നാട് മാറിയാൽ കിബില എങ്ങനെ മനസ്സിലാക്കും? ഇതിപ്പോ നിസ്കാരത്തിന്റെ സുന്നത്തിന്റെ ചർച്ചയാണ്. വിഷയം പുതിയ ശ്രോതാക്കളോട് പറയുന്നു. ആ വിഷയത്തിലേക്ക് ഇപ്പോൾ പ്രവേശിക്കുന്നില്ല. ഇവരൊപ്പം ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശം നിസ്കാരത്തിന്റെ തുടക്കത്തിലുള്ള ഈ സുന്നത്തൊന്ന് ശരിയാക്കലാണ്. പുതിയ ശ്രോതാവാണെങ്കിൽ തൽക്കാലം ക്ഷമിക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തുന്നു. അപ്പൊ നമ്മൾ ചില ആൾക്കാരെ പ്രസവത്തിൽ തന്നെ ഉണ്ടാവും ഇല്ലേ? കണ്ടിട്ടില്ലേ ഞങ്ങള്? കൈ ഒരു വിരലുകളൊന്നും ഇല്ലാത്ത ആൾക്കാർ കാണാം. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ചിലപ്പോ ഈ കുഷ്ഠരോഗം കാരണം കയ്യിന്റെ വിരലുകളൊക്കെ പോയ ആൾക്കാരെ കാണാം. അപ്പൊ അവരെന്താ ചെയ്യുന്നത്? അവരുടെ കിതാബുകളിൽ വളരെ വ്യക്തമായി മസല പറയുന്നു. ഒരാൾക്ക് മുൻകൈ ഇല്ലാന്ന് വെക്കുക, എന്നാ തന്തം കൈ ഉയർത്തണം. ഒരാൾക്ക് മുൻകൈ ഇല്ലാന്ന് വെക്കുക, തന്തം കൈ ഉയർത്തണം. അല്ലെങ്കിൽ ഒരു കൈയില്ല, ഒരു കയ്യോ ഒക്കെയാണ്, കൈ മാത്രം ഉയർത്തണം. ഒരു കൈയിന്റെ മുൻകൈ വയ്ക്കണ്, മറ്റേ കയ്യിനൊരു കുഴപ്പമില്ല. എന്നാ പോവാത്ത കൈ പറഞ്ഞ രൂപത്തിൽ ഉയർത്തുക, പോയ കൈയിന്റെ ഉയർത്താൻ പറ്റിയ ഭാഗം ഉയർത്തുക. സുബ്ഹാനല്ലാഹ്, മഹാന്മാര് കിതാബിൽ പറയാനൊരു മസല. ഒരാളെ തന്തം കയ്യും വയ്ക്കുന്നു, മുത്തിന്റെ അവനത് മുറിഞ്ഞു വയ്ക്കുന്നു. എത്ര ആളുകൾ നമ്മൾ കാണുന്നത് ഇല്ലേ? ഈ മുത്തിൻ കയ്യെ കണ്ട് അപകടത്തിലേക്കുമ്പത്തും മുറിഞ്ഞു പോയവര്. അപ്പൊ അവരുടെ ഈ തോലം കൈ ഉണ്ടല്ലോ, ഈ തോലം കൈ എന്തുവാണ് ഉയർത്തണം. അപ്പൊ കയ്യിൽ നിന്ന് കുറച്ചു ഭാഗം എന്തെങ്കിലും അപകടം കാരണമോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണമോ മുറിഞ്ഞു പോകുകയോ നഷ്ടപ്പെടുകയോ ചെയ്താൽ പൊന്തിക്കാൻ പറ്റാവുന്ന ഭാഗം പൊന്തിക്കല് സുന്നത്താണ് എന്ന് പ്രിയപ്പെട്ട നമ്മുടെ മഹാന്മാരാവുന്ന ഫുഖഹാക്കൾ അവരുടെ ഫിഖിന്റെ കിതാബുകളിൽ മസ്അല പറയുന്നുണ്ട് എന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്. അങ്ങനെ നമ്മൾ കൈ പൊന്തിച്ചുട്ടോ, കൈ പൊന്തിച്ചു, താഴ്ത്തി നേരെ എങ്ങോട്ട് വരണം? ചില ആളുകൾ ഗൾഫിലൊക്കെ പല ആൾക്കാരും കാണാം. ഇഷ്ടംപോലെ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. തക്ബീറത്തുൽ ഇഹ്റാം ചെല്ലാൻ വേണ്ടി കയ്യാണ്ട് ഉയർത്തും, എന്നിട്ട് താഴ്ത്തും. താഴ്ത്തിച്ചോല് പിന്നെ എടുക്കുന്നത് വയറിന്റെ മേലോ പുക്കലിന്റെ മുകളിലേക്കോ നെഞ്ചിന്റെ താഴേക്കോ കൊണ്ടുവരും. അത് സുന്നത്തായ അഫ്ളലായ രൂപത്തിനെതിരാണ്. ഏറ്റവും നല്ല രൂപം ഇപ്പൊ നമ്മൾ സാധാരണ അൽഹംദുലില്ലാഹ് നമ്മളൊക്കെ എല്ലാവരും ചെയ്യുന്ന അങ്ങനെ തന്നെയാണ്. നേരെ നെഞ്ചിന്റെ താഴേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇനി ശ്രദ്ധിക്കുക. ഇനി നമ്മളെ കോപ്രായിത്തരങ്ങൾ എന്തൊക്കെ? ഈ കൈ ഇങ്ങോട്ട് കൊണ്ടുവന്ന ചില ആൾക്കാർ കാണാ വലത്തെ കൈയിന്റെ മുൻകൈ കൊണ്ട് ഇടത്തെ കൈയിന്റെ മുത്തിൻ കൈ ഇങ്ങനെ പിടിച്ചോല കാണാം. അപ്പൊ നമ്മള് ഈ അങ്ങാടിയിലൊക്കെ പ്രസംഗം കേൾക്കാൻ നിൽക്കും പോലെ ഇല്ല, കണ്ടിട്ടില്ല നിങ്ങള്? ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഒരുപാട് ആൾക്കാരെ കണ്ട്. നമ്മൾ അങ്ങാടിയിലൊക്കെ എന്തെങ്കിലും ഇങ്ങനെ ഒഴിഞ്ഞൊന്ന് പ്രസംഗം കേൾക്കുകയാണെങ്കിൽ എങ്ങനെ നിൽക്കുക? നമ്മൾ കൈ തൂക്കിയതില്ല, തലേ കെട്ടില്ല. നമുക്ക് അവിടെ ഒരു പുതുത്തുണ്ട്. നേരെ വലത്തെ കൈയിന്റെ മുൻകൈ കൊണ്ട് എന്ത് ചെയ്യും? ഇടത്തെ കൈയിന്റെ മുത്തും കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നിന്നിട്ടാ നമ്മള് പലപ്പോഴും പ്രസംഗം കേൾക്കുക. അങ്ങനെ നിന്ന് നിസ്കരിക്കുന്നവരെ കാണാം. ഇഷ്ടം പോലെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് സുന്നത്തിനെതിരാണ്. അത് സുന്നത്തിനെതിരാണ്. പിന്നെ ഇന്ന് നല്ലൊരു വിഭാഗം പിടിക്കുന്നത് എവിടെയാണ്? തന്തം കയ്യിലാണ്. അല്ലെ? ഒരു മിനിറ്റ് എല്ലാവരും അല്ലേ?
ആ തന്തം കയ്യില് വലത്തെ കൈയിന്റെ മുൻകൈ കൊണ്ട് ഇടത്തെ കൈയിന്റെ തന്തം കൈ പിടിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പിടിക്കുന്നവരൊക്കെ റിസർച്ചാണ്. ആരും മതി വിചാരിക്കരുത്, നമുക്കിതൊരു ഉപകാരം ചെയ്യാനാണ്. പിടിക്കുന്നവരൊക്കെ രസടിക്കുക. തന്തം കയ്യുമ്പോ കൈ വെക്കുന്നവര് നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലേണ്ട യശാരുല്ല. ഇപ്പൊ എന്റെ ക്ലാസ് വെറുതായോ? എന്ത് നിങ്ങളിപ്പോ അത് നിങ്ങൾക്ക് ഞാൻ അങ്ങനെയെന്ന് തോന്നല് ഇനിയിപ്പോ ക്ലാസ് റൂമിൽ അറിയുന്നത് കൊണ്ടാണെങ്കിൽ നിങ്ങൾ അടിക്കണ്ട. പക്ഷെ പലവരും ചെയ്യുന്നത് അങ്ങനെയാണ്, യാതൊരു സംശയവും. അങ്ങനെ തീർക്കും. എന്താ അപ്പൊ നമ്മളിത് എവരെങ്കിലും ഒന്ന് പിടിക്കണ്ടേ? വാസ്തവത്തിൽ എന്താ വേണ്ടത്? നമ്മുടെ ഇടത്തെ കൈയിന്റെ മണിബന്ധം, ഈ മണിബന്ധത്തിന്റെ മുകളിലാണ് വലത്തെ കൈ കൊണ്ട് പിടിക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ പിടിച്ച് തള്ളാം വിരലും ചെറിയ വിരലും ഉപയോഗിച്ച് മണിബന്ധം പിടിച്ചു, അല്ലെ? മനസ്സിലായവർക്ക് രസടിക്കുക. ഇടത്തെ കൈയിന്റെ മണിബന്ധം എന്ന് പറഞ്ഞാല് നമ്മൾ ഈ തള്ളാം വിരലിന്റെ അഗ്രഭാഗമല്ല. അപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇപ്പൊ നമ്മൾ കൂടുതൽ അയിമ വെച്ച് നമ്മൾ സമയം കളയണ്ട. എന്ത് ചെയ്യാ? അയ്യോ പിടിച്ച് ചെറിയ വിരലും തള്ളാം വിരലും ഉപയോഗിച്ച് നമ്മൾ പിടിച്ച് ബാക്കി 3 വിരലുണ്ടാവും, അല്ലേ? ഞാൻ ബാക്കി എത്ര വിരലുണ്ടാവുക? 5 വിരല് പൂർത്തിയായവരാണെങ്കിൽ ബാക്കി 3 വിരല് ഫ്രീ ആയി കിടക്കുകയാണ്. ഈ 3 വിരല് എങ്ങട്ടാണ്ട് നീട്ടി വെക്കുക? തന്തം കൈയിന്റെ ഭാഗത്തേക്ക് നിർത്തി വെക്കുക. എങ്ങനത്തെ കീപ്പത്ത് തൂക്കിയതല്ല, തന്തം കൈയിന്റെ ഭാഗത്തേക്ക് എന്ത് നീട്ടി വെക്കുക. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു. ഒരു രസം കിട്ടുന്നില്ല. അത് ഇതൊന്നും വാസ്തവത്തില് പറയേണ്ട ക്ലാസ് അല്ല, ഒക്കെയും സാധാരണക്കാർക്ക് ചെയ്തു കൊടുക്കേണ്ട ക്ലാസ്സാണ്. അടിക്കുന്നതൊക്കെയും ക്ലാസ് റൂമിൽ ഉള്ള ഉസ്താദുമാരാണ്. എന്റെ റേഡിയോ ശ്രോതാക്കള് ശബ്ദം ശ്രവിക്കുന്നവരോട് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ പ്രത്യേക കാര്യം മനസ്സിലാക്കണം. നമ്മൾ ഇനി വേണ്ടത് അതാണ്. ആലൂരെ നമ്മൾ ഇനി വേണ്ടത് എന്താണെന്ന് അറിയങ്ങള്? പല മസാലകളുടെ ക്ലിപ്പും വാട്സപ്പിലും ഫേസ്ബുക്കിലും നടക്കുന്നുണ്ട്. ഇന്നലെ ഞാനൊരു പരിപാടിക്ക് പോയപ്പോ ഒരാള് പറഞ്ഞു, ഓ ഇങ്ങല്ല ജനാപത്തിന്റെ കുലിണ്ടല്ലോ, അതൊരു പെരുങ്കുലിയാണ്. അതിപ്പോഴും ഒരു നമ്മൾ ജനാപത്ത് വലിയ കലികുലി എന്താണ് കുലി കളിയല്ലാന്നൊരു ക്ലാസ് കിട്ടല്ലോ. അപ്പൊ അതിൽ വെള്ളം ചേർക്കൽ നിർബന്ധമായ ഒരു സ്ഥലത്തെ വിശദീകരിച്ചിട്ട് അതിങ്ങനെ വാട്സപ്പിലും ഫേസ്ബുക്കിലും കടന്ന് കളിക്കാൻ വല്ലാത്തൊരു കുലിയായി. ആ കുലി അതൊരു പെരുങ്കുലിയായി എന്നാണ്. അപ്പൊ ഞാൻ ഇപ്പൊ പറയുന്നത് എന്താണെന്നറിയോ? എനിക്കിപ്പോ അതിന് ഒരു സാധിക്കണില്ല. നല്ല ഒരു ഫോട്ടോ എടുക്കുക. എത്രയോ ഫോട്ടോകൾ വാട്സാപ്പിലും ഫേസ്ബുക്കിലും കിടക്കണല്ലേ? പല അപകടം പറ്റിയത്, പല കോമാളിത്തരങ്ങള്, കോപ്രായിത്തരങ്ങള്. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഗൾഫിലുള്ള നല്ലൊരു ഉസ്താദിനെ കൊണ്ട്, എന്താ ഹസൻ ഉസ്താദ് എന്താ ക്ലാസ് റൂമില്? ഹസൻ ഉസ്താദ് ക്ലാസ് റൂമിലുണ്ട്. അതൊരുപാട് ഉപകാരം ചെയ്യുന്നു. ഞാനൊരു വ്യക്തിപരമായ അഭിപ്രായം പറയാണ്. ഹസൻ അല്ലെ, ഗതിക്ക് നമ്മള് എന്ത് ചെയ്യാ? ആളെ മുഖമൊന്നും വേണ്ട. എന്താ ഉസ്താദെ, നമ്മള് ആരെ മുഖം കാണിക്കണ്ട, അരക്കുന്ന കീപ്പത്തൊന്നും കാണിക്കണ്ട. രദിക്ക് നമ്മളെ ഫിഖിന്റെ കിതാബിൽ പറഞ്ഞ രൂപത്തില് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിക്കഴിഞ്ഞാല് ഈ ഇടത്തെ കൈയിന്റെ മുകളിൽ എന്ത് വലത്തെ കൈ വെക്കേണ്ട ഒരു രൂപം ഉണ്ടല്ലോ, ആ രൂപം എടുക്കുന്ന ഒരു ഫോട്ടോ ഇങ്ങനെ എടുക്കുക. ഒരു ഫോട്ടോ വളരെ കറക്റ്റിലൊരു ഫോട്ടോ ഒരൊറ്റ മുതൽ വാട്സാപ്പില് നിസ്കാരത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയതിനു ശേഷം കൈ വെക്കേണ്ട രൂപം എന്ന് മേലെ ഒരു മലയാളത്തിലായാൽ എനിക്കൊരുപാട് അഭിപ്രായമുണ്ട്. ഒരുപാട് സാധാരണക്കാർ വേണമെങ്കിൽ ആ ഒരു ആശയത്തിലേക്ക് മടങ്ങിയെത്തും. കാരണം നമ്മുടെ ഈ ക്ലാസ് റൂം ഒന്നും ശ്രദ്ധിക്കാത്ത ഒരുപാട് ഇബാദത്തുകൾ സഹീഹാക്കണമെന്ന്, ശരിയായ രൂപത്തിലാക്കണമെന്ന് ചിന്തിക്കുന്ന, മനസ്സിലായില്ല, അതിനു സെൽഫി പറ്റില്ലല്ലോ. ധാരാളം കൊണ്ട് ഇരിപ്പിച്ചൂലേ? ഒരാളിപ്പം ഞാനെന്തോ അഭിപ്രായം പറയാത്തോ, അതിലെന്തെങ്കിലും വേറെ എന്തെങ്കിലും വിഷയങ്ങളുണ്ടോന്ന് എനിക്കറിയില്ല. അതായത് ഇപ്പൊ ഇതിങ്ങനെ സാധാരണക്കാരൊരു എത്ര പറഞ്ഞാലും ചിലപ്പോൾ അതിന് മനസ്സിലാവാത്ത കുറെ ആളുകളുണ്ടാവും. അപ്പൊ ഏതായാലും ഇന്ന് നിങ്ങളെല്ലാവരും, ഞാൻ അടക്കമുള്ളവര് ളുഹ്ർ നിസ്കരിക്കുമ്പോ ഒരു കാര്യം ശ്രദ്ധിക്കുക. പലവരും തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിക്കഴിഞ്ഞതിന്റെ ശേഷം നേരെ തന്തം കയ്യുമ്മേന് പിടിക്കുന്നത്. തന്തം കൈ അതാ, തന്തം കൈ എന്ന് പറഞ്ഞ സംഗതി അതാ. ഈ മണിബന്ധം കഴിഞ്ഞ് മുത്തിൻ കൈ, മെർഫക്ക് എന്ന് പറയും മുത്തിൻ കൈയിന് അറബിയില്. അതിന്റെ നിർവചനങ്ങള് ഫിഖിന്റെ കിതാബിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. മണിബന്ധം കൂഴ് മുതല് മെർഫക്കിന്റെ ഇടയിലുള്ള സ്ഥലത്തിനാണ് എന്തെന്ന് പറയാ
നമ്മൾ സായിദ് അഥവാ തന്തം കയ്യെന്ന് പറയാ. അതിന്റെ മുകളിലുള്ള സ്ഥലത്തിനാണ് അളുദ്, തോളം കയ്യെന്നൊക്കെ പറയാം. അപ്പൊ ഇന്ന് പലവരും പിടിക്കുന്നത് ഈ കൂഴിന്റെയും മെർഫക്കിന്റെയും അഥവാ മണിബന്ധത്തിന്റെയും മുറ്റിൻ കയ്യിന്റെയും യദയിലുള്ള സ്ഥലത്തിലാണ് പിടിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, നിസ്കാരത്തിന്റെ തുടക്കമാണ്. ഈ തുടക്കം വളരെ വൃത്തിയായാൽ അള്ളാഹുമായുള്ള ഒരു ശ്രദ്ധ, അള്ളാഹുമായുള്ള ഒരു ബന്ധം, അള്ളാഹുമായുള്ള ഒരു കണക്ഷൻ നമുക്ക് കൂടുതൽ കിട്ടും. അതുകൊണ്ട് ഇടത്തെ കൈയിന്റെ മണിബന്ധത്തിന്റെ മുകളിൽ വലത്തെ കൈ കൊണ്ട് പിടിച്ച് ബാക്കിയുള്ള 3 വിരല് അവന്റെ തന്തം കൈയിന്റെ ഭാഗത്തേക്ക് നീട്ടിവെച്ച് അവന്റെ ഇടതുഭാഗത്തേക്ക്, നെഞ്ചിന്റെ ഇടതുഭാഗത്തേക്ക് അഥവാ നെഞ്ചിന്റെ ഇടതുഭാഗത്താണ് കൽബുള്ളത്, ഈ കൽബിന്റെ ഭാഗത്തേക്കൊന്ന് അല്പം തെറ്റിച്ചു വെച്ച് നിസ്കരിക്കാൻ നിൽക്കുക. അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ. ഇങ്ങനെ ഒരു നിസ്കാരത്തിന് നമ്മൾ തുടക്കം കുറിച്ചാൽ തുടക്കം മുതലേ നമ്മുടെ കൽബിൽ ഒരു ശ്രദ്ധ ഇങ്ങനെ വരും. ഞാൻ നിസ്കാരത്തിലാണ് എന്ന ഒരു ചെറിയ ശ്രദ്ധ. ഞാൻ ദീസിയായോ? അല്ല, അപ്പൊ ഇതിപ്പോ സാധാരണക്കാർ ഇപ്പൊ ഇങ്ങനെ പതിച്ചും കൊണ്ട് ഇങ്ങനെ കാത്തിക്കൊണ്ടിരിക്കുക. ഞാൻ ശബ്ദം കേൾക്കില്ലേ? വളരെ ഒരു മാറ്റമുണ്ടാകും. അത്ര മാത്രം എന്ന് ഞാൻ പറയുന്നുള്ളൂ. ഇന്ന് ഞാൻ ക്ലാസ്സിൽ വല്ലാതെ ഇനി തുടരുന്നില്ല. ഇപ്പൊ അൽഹംദുലില്ലാ ഏകദേശം ഞാൻ രാവിലെ ആയിട്ടും ഇപ്പോഴുള്ള സമയത്തിലുമായിട്ട് തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സമയത്ത് ശ്രദ്ധിക്കേണ്ട സുന്നത്തും അതിന്റെ മഹത്വങ്ങളും ഞാൻ എന്റെ പ്രിയപ്പെട്ട ക്ലാസ് റൂമുകാരെ അറിയിച്ചിട്ടുണ്ട്. ഇനി എന്റെ കൈവശമുള്ള ഏകദേശമുള്ള ഫിഖിന്റെ ഗ്രന്ഥങ്ങളൊക്കെയും നോക്കിയിട്ട് നമ്മുടെ ഷാഫി മദ്ഹബ് പ്രകാരമുള്ള പ്രബലമായ അഭിപ്രായ പ്രകാരമുള്ള വിഷയങ്ങളാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു, നിസ്കാരത്തിൽ കൈയുയർത്തുക എന്നുള്ളത് നിസ്കാരത്തിന്റെ ഒരു ഭംഗിയാണ്. നമ്മള് ഒരു ഭക്ഷണം അല്ലെ, ഒരു ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ആ ഭക്ഷണം വിളമ്പുന്ന നേരത്തൊരു ഭംഗി ഉണ്ടല്ലോ അല്ലേ. നമ്മള് ഒരു ബിരിയാണിയാണ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ആണ്, ഒരു മാങ്ങ നുറുക്കി നമ്മളെ കക്കരിക്ക അല്ലെങ്കിൽ പൈനാപ്പിളൊക്കെ നുറുക്കി നമ്മളൊരു പാത്രത്തിൽ വെക്കുമ്പോ തിന്നാനുള്ളതാണ് എന്ന് വിചാരിച്ചിട്ട് എങ്ങനെങ്കിലും കോരിയിടൂല. അതൊക്കെ നമ്മൾ വെക്കുന്നതിനൊരു ഭംഗി നമുക്ക് അതിൻ്റെതായ വിഷയത്തിലുണ്ട്. ആ ഭംഗി പരിഗണിച്ചിട്ടാണല്ലോ നമ്മളൊരു ഭക്ഷണം നമ്മൾ വിളമ്പി വെക്കുക, ഏത് കാര്യവും. എന്നതുപോലെ നിസ്കാരത്തിന്റെ ഭംഗിയാണ് നിസ്കാരത്തിൽ കൈയുയർത്തുക, ഈ രൂപത്തിൽ കൈയുയർത്തുക എന്നുള്ളത്. ആ ഭംഗി വളരെ നമ്മുടെ നിസ്കാരത്തിന് മാറ്റുകൂട്ടും. ഒരു പ്രാവശ്യം കൈയുയർത്തുമ്പോ 10 പ്രതിഫലം. ആ 10 ഒരു പ്രാവശ്യം കൈയുയർത്തുമ്പോ 10 വിരലുകൾ ഉയരുന്നുണ്ട്. ഒരു വിരൽ ഉയർത്തുമ്പോ അതിനൊരു പ്രതിഫലമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യാതൊരു മടിയും കാണിക്കാതെ, ഞാൻ ഇപ്പൊ ആൾക്കാർ ഇജിപ്പോ നിക്കാരക്കാലം എന്നൊക്കെ പലരും പറയുമായിരിക്കും, പക്ഷേ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് അള്ളാഹുമായുള്ള മുനാജാത്ത്, ആ മുനാജാത്ത് ഭംഗിയാകുമ്പോഴാണ് നമ്മുടെ കൽബ് ശുദ്ധീകരിച്ചു കിട്ടുക. കൽബ് ശുദ്ധീകരിക്കുമ്പോഴാണ് ആഖിറം വിജയിക്കുക. ആഖിറം വിജയിക്കലാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യ പൂർത്തീകരണത്തിന് ഉതകുമാറുള്ള നിസ്കാരം പോലത്തെ ഇബാദത്തുകൾ ചെയ്യാനുള്ള തൗഫീക്ക് അല്ലാഹു തആല നമുക്ക് നൽകുമാറാവട്ടെ എന്ന് പറഞ്ഞ് ഇനി ഇൻഷാ അള്ളാഹ് ഇതേ രൂപത്തിൽ തന്നെയാണ് റുക്കൂയിലേക്ക് പോകുമ്പോഴും കൈ ഉയർത്തേണ്ടത്. ഫാത്തിഹ സൂറത്തൊക്കെ ഓതി കഴിഞ്ഞ് റുക്കൂയിലേക്ക് പോകുമല്ലോ, അപ്പോഴും എന്തുവാണം, ഉള്ളം കൈ കിബിലയിലേക്കാക്കി കൈപ്പുറം മുതുകിലേക്കാക്കലാണ് തോളം കൈയിലേക്കാക്കി നാത്തെ ഉയർത്തേണ്ട രൂപത്തിൽ ഉയർത്തി റുക്കൂയിലേക്ക് പോവുക. അതേ രൂപത്തിൽ റുക്കൂയിൽ നിന്ന് ഉയരുമ്പോഴും ചെയ്യുക. അതേ രൂപത്തിൽ ആദിക്കത്തെ അത്തഹിയാത്തിൽ നിന്ന് മൂന്നാമത്തെ റക്അത്തിലേക്ക് വരുമ്പോഴും ഇതേ രൂപത്തിൽ കൈയുയർത്തൽ സുന്നത്താണ്. പരമാവധി അത്തരം കാര്യങ്ങളൊക്കെയും ശ്രദ്ധിക്കുക. ഇനി ആ സമയത്തൊന്നും ശ്രദ്ധിക്കുന്നില്ലെങ്കിലും നിസ്കാരത്തിന്റെ തുടക്കത്തിലെങ്കിലും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഉണർത്തി, ഇനി ഇത് സംബന്ധമായി വലിയ ചർച്ചകളൊന്നും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ പല അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെയും ഉണ്ടെങ്കിലും ആ ഭാഗത്തേക്ക് ഞാൻ കടക്കുന്നില്ല എന്ന് പറഞ്ഞ് തൽക്കാലം അല്ലാഹു തആല ഇതുവരെ പറഞ്ഞതും കേട്ടതും വളരെ ഉപകാരപ്രദമാക്കി തീർക്കുമാറാവട്ടെ. നോക്കൂ, നിങ്ങൾ മഹാന്മാരൊക്കെ ഇതിന് ഒരുപാട് കാരണങ്ങൾ പറയുന്നുണ്ട്. അതായത് കൈ ഇങ്ങനെ വെക്കണം. ഈ വെക്കല് സുന്നത്താവാൻ കാരണം എന്താ, അല്ലെങ്കിൽ കൈ കൊണ്ട് കലി വരും
എത്ര ആളുകളല്ലേ നോക്കിങ്ങള് സാധാരണ എഴുത്തിലാളി കഴിഞ്ഞ് കൈ തൂക്കിതല്ല. ചിലര് കാണാൻ കുപ്പായം ശരിയാക്കുക, ബാക്കിലേക്കുള്ള കുപ്പായം ഫാൻറ് വലിച്ചു കയറ്റുക, എന്തൊക്കെ പണികളാണ് ആ നേരത്തെ കയ്യേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ നേരത്തെ കൈ താഴ്ത്തി ഇട്ടാൽ പല പണികളും നടക്കുന്നത് മഹാന്മാര് പറയാണ്. ലിയകൂന മുഹ്തഫിളൻ അലൽ ഈമാനി ഫിൽ ഖൽബി. കാരണം എന്തിനാണ് ഈ കൈ ഇങ്ങനെ കൂട്ടിപ്പിടിക്കുന്നത്? അവന്റെ കൽബിലുള്ള ഈമാനിനെ സൂക്ഷിക്കുക എന്നതിലേക്കൊരു സൂചനയായിട്ടാണ്. കാരണം ഫഇന്നൽ ഇൻസാന, നിശ്ചയമായും മനുഷ്യൻ, ഇദാ ഖാഫ, അവൻ ഭയപ്പെട്ടാൽ, അലാ ഷൈഇൻ, ഒരു വസ്തുവിന്റെ മേൽ ഭയപ്പെട്ടാൽ, ജഅല, ആ മനുഷ്യനാക്കും, യദഹു, അവന്റെ കയ്യിനെ, അലൈഹി, ആ വസ്തുവിന്റെ മേൽ. അല്ലേ? നോക്കിങ്ങള്, ഇപ്പൊ നമ്മളൊരു വസ്തു, നമ്മളൊരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്, നമ്മളെ കയ്യിൽ എന്തോ കുറച്ച് സാധനങ്ങളുണ്ട്, ഒരു ബാഗ് ഉണ്ട്. അല്ലേ? നമ്മളൊരു ബാഗും പിടിച്ച് യാത്ര ചെയ്യാന് ബസ്സില്, ട്രെയിനില്, നമ്മൾ ആ ബാഗ് വെറുതെ അങ്ങനെ വെക്കോ? ഒന്ന് പറയും എന്തെങ്കിലും ആദ്യം സഹകരി. വെറുതെ ബാഗ് ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ബാഗ് ഒരു ഭാഗത്ത് നമ്മൾ വെക്കോ? എന്താ ചെയ്യുക? നമുക്കൊരു പേടിയുണ്ട്. എന്താ പേടി? ഈ ബാഗ് ആരെങ്കിലും ട്രെയിനിൽ നിന്ന് പൊക്കുമോ എന്നൊരു പേടി നമുക്കില്ലേ? ആ പേടിക്ക് പകരമായിട്ടാണല്ലോ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു കൈ നമ്മൾ അയിമ ഇങ്ങനെ വെക്കും, ഇതാരെങ്കിലും കൊണ്ടുപോകുമ്പോ ഞാൻ അറിയണമെന്ന്. അതേമാതിരിക്ക് തന്നെയാണ് മഹാന്മാര് പറയുന്നത്. ഫഇന്നൽ ഇൻസാന, നിശ്ചയമായും ഒരു മനുഷ്യൻ, ഇദാ ഖാഫ, അവൻ ഭയപ്പെട്ടാൽ, അലാ ഷൈഇൻ, ഒരു വസ്തുവിന്റെ മേൽ ഭയപ്പെട്ടാൽ, ജഅല, അവനാക്കും, യദഹു, അവന്റെ കയ്യിനെ, അലൈഹി, ആ വസ്തുവിന്റെ മേൽ. അപ്പൊ അതുകൊണ്ട് എന്റെ കൽബിലുള്ള ഈമാൻ അത് വസ്വാസ് കാരണം, ശക്ക് കാരണം, പല ചിന്തകൾ കാരണം അള്ളാഹുമായുള്ള ഈ ഒരു ബന്ധം നാലാവൈക്കും പോവാതിരിക്കണം എന്നതിലേക്ക് സൂചനയാണ് ഈ കയ്യുവെക്കല്. അപ്പൊ ആ കയ്യുവെക്കുമ്പോൾ മഹാന്മാരാവുന്ന ഫുഖഹാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുള്ളത്. കാരണം മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു ഈ കയ്യുയർത്തൽ എന്താണ് അതിലുള്ള ഹിക്മത്ത്? ഒന്ന്, അല്ലാഹു തആലാന്റെ അളമത്തിനെ ബഹുമാനിക്കുക. രണ്ടാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിനോട് പിൻപറ്റുക. നോക്കി നിങ്ങൾ, അപ്പൊ റസൂലുള്ളാന്റെ സുന്നത്താണ് ഈ കയ്യുയർത്തുന്ന ഈ രൂപങ്ങളൊക്കെയും ഉള്ളത്. അപ്പൊ ഹബീബിന്റെ സുന്നത്ത് ജീവിതത്തിൽ പകർത്തുക. ആ ഒരു ലക്ഷ്യത്തോടു കൂടെ നമ്മൾ ഈ കൈ ഏതായാലും കൈ വെക്കണം. എന്റെ ക്ലാസ് റൂമിലുള്ള KMICയുടെ ക്ലാസ് കേൾക്കുന്ന സഹോദരിമാർ, ഇനി മുതൽ നമ്മൾ ഇങ്ങനെ തന്നെ നിസ്കരിക്കുക. നിങ്ങൾക്ക് ഇത്തരം ക്ലാസ്സുകളൊന്നും കേൾക്കാത്ത നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരോട് നിങ്ങൾ ഈ വിഷയങ്ങളൊക്കെ ഒന്ന് ഉണർത്തി പറഞ്ഞു മനസ്സിലാക്കി കൊടുത്താൽ നമ്മുടെ ജീവിതത്തിൽ 2 ആഴ്ച ഞങ്ങൾക്ക് അവധി തരാം. 2 ആഴ്ച, 2 ആഴ്ചകള് ഈ ഒരു തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സമയത്ത് കയ്യുയർത്തുന്നതും ആ കയ്യ് വെക്കുന്നതൊന്ന് ശ്രദ്ധിച്ചു നോക്കി. അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ, നമ്മുടെ ഖൽബിൽ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ചെറിയ മാറ്റം വന്നിട്ടുണ്ടാവും, യാതൊരു സംശയമില്ല. അത് പരിശീലനാണ് ഈ വിഷയത്തിൽ. നമ്മൾ എന്ത് വേണം? പലവർക്കും അത് സാധിക്കില്ല. ഞാന് സാധാരണ ക്ലാസ്സിൽ, ഈ ഗ്രാമങ്ങളിലുള്ള ക്ലാസ്സിന് പോകുമ്പോ സദസ്സിലുള്ളവരെ കൊണ്ട് ഞാനിതൊന്ന് ചെയ്യിപ്പിക്കും. ഇനിയിപ്പൊ ഞാൻ ഈ പറഞ്ഞ മാതിരി നിങ്ങളൊന്ന് ചെയ്താന് നടക്കുന്നില്ല ഉസ്താദെ ആദ്യം പലരും അതിങ്ങനെ ചെയ്യില്ലായി. ഇത് പൊന്തിച്ചിട്ട് അള്ളാഹു അക്ബർ പറയൽ ചെയ്യില്ലായി. തക്ബീറത്തുൽ ഇഹ്റാം ചെല്ലുന്ന നേരത്ത് കൈ പൊന്തിച്ചതിന്റെ ശേഷം തക്ബീറത്തുൽ ഇഹ്റാം ചെല്ലൽ ചെയ്യില്ലായി. പൊന്തിച്ചിട്ടാണ് അള്ളാഹു അക്ബർ പറയാൻ തുടങ്ങുന്നത്. അപ്പൊ അതിന് രണ്ടാമത് ഒന്ന് ആക്കി നിൽക്കണം. ഇതാണ് ശീലിച്ചാ മതി. മുമ്പ് ജോലിയില്ലാത്തവൻ പനിക്കരത്ത് പോയി കണക്ക് നോക്കിയപ്പോ പനിക്കര് പറഞ്ഞു 4 മാസം തെന്തേണ്ടി വരും, പിന്നെ പ്രശ്നമൊന്നുമില്ലാന്നാണ്. അപ്പൊ 4 മാസം കഴിഞ്ഞാലോ അതെനിക്ക് ചീലായില്ലേന്നാണ്. അപ്പൊ 4 മാസം ഞാൻ തെന്തുമ്പോ എനിക്ക് പിന്നെ തെന്തല് ചീലായി,
പിന്നെ ചങ്ങനെ അത് മരണം വരെ തെന്ത് ജീവിച്ചോലെന്നാണ് മാതിരി ഇതൊന്നും കത്ത് നമ്മളെ ജീവിതത്തിൽ 10-25 കൊല്ലായി 40 കൊല്ലായി 50 കൊല്ലായി നമ്മൾ നിസ്കരിക്കാൻ തുടങ്ങിയിട്ട് നമ്മൾ ഇത് ശീലാക്കിയിട്ടില്ല. ഈ തക്ബീറത്തുൽ ഇഹ്റാം ചെല്ലലും കൈയുയർത്തലും ഉയർത്തൽ അവസാനിക്കലോടുകൂടെ തക്ബീറത്തുൽ ഇഹ്റാം ചെല്ലൽ അവസാനിപ്പിക്കലും കൈ ഉയർത്തി കഴിഞ്ഞ് താഴ്ത്തി കൊണ്ടുവന്ന് ഇടത്തെ കൈയിന്റെ മണിബന്ധത്തിന്റെ മേലെ വലത്തെ കൈ വെക്കലൊന്നും നമ്മൾ ശീലിച്ചിട്ടില്ല. അതൊന്ന് ശീലിക്കാന് നിക്കരിക്കാൻ നിൽക്കുമ്പോ അത് ശീലിക്കണ്ട. സെഫിന്റെ ഇടയിൽ ചിലപ്പം ഗൾഫിലേക്ക് ഉറപ്പ അടിപൊട്ടും അറബിയിലേക്കെന്ന്. നമ്മളിപ്പോ അതിങ്ങനെ ഇത് ശരിയാവില്ല, ഇത് ശരിയാവില്ല, ഇത് ശരിയാവില്ല എന്ത് സെഫില് ഗൾഫിൽ ഇങ്ങനെ ഇപ്പൊ നമ്മളിത് ശരിയാക്കാൻ നിന്നാലേ അറബി ചിലപ്പം വത്തൂരി അടിക്കും. അപ്പൊ അതുകൊണ്ട് ഒഴിവുള്ള സമയത്തൊന്ന് റൂമിൽ ഇരുന്നിട്ട് ഒറ്റക്ക് ഒരു നല്ല കണ്ണാടിയൊക്കെ ഉണ്ടാവുമല്ലോ എല്ലാവരുടെ റൂമിലും, നല്ല പ്രത്യേകിച്ച് നമ്മളെ ബെഡ്റൂമിലൊക്കെ നല്ല കണ്ണാടി ഉണ്ടാവും. ഈ കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ട് ഇതൊന്നും ഇങ്ങോട്ട് ശീലിപ്പിക്കുക. അള്ളാഹു താല അള്ളാഹുമായുള്ള കണക്ഷൻ നമുക്ക് തെരുമാറാവട്ടെ. ഇത്രയും പറഞ്ഞ് ഇനി ഇതിന്റെ ഹസൻ ഉസ്താദ് ക്ലാസ് റൂമിൽ എന്തെങ്കിൽ മൈക്കയിൽ വന്നതിൽ എന്തെങ്കിലും കമ്മിയോ ഞാൻ പറഞ്ഞോട്ട് വെച്ച കുഴപ്പങ്ങളോ ഇനി വേറെന്തെങ്കിലും ഹിക്കുമത്തുകൾ മഹാന്മാര് ഞാൻ പറഞ്ഞത് ഞാൻ കാണാത്ത വെച്ച ഹിക്കുമത്തുകളൊക്കെ പല വിഷയത്തിലും മഹാന്മാര് പറഞ്ഞിട്ടുണ്ടാവുമെന്ന് രേഖപ്പെടുത്തി ഒന്നുകൂടി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അൽഹംദുലില്ലാ 186 ഐഡിയകൾ ഇത് വന്നോലൊന്നും ആരും പോയിട്ടില്ല. ഷിഹാബ് സവാമ എനിക്കുള്ള താല്പര്യം അതാണ്. ഞാൻ മൈക്കെടുക്കുമ്പോൾ 130 ആളേറ്റുണ്ടായിരുന്നു. 150 ആൾക്കാർ കേരി വന്നല്ലോ. ആ കേരി വന്നോൽക്കൊക്കെ ഹയാത്ത് ഉണ്ടാവും. അപ്പൊ ആ വന്നോലൊന്നും പിന്നെ പോകുന്നില്ല. അപ്പൊ അതൊക്കെ പഠിക്കാനും പലോൽക്കും താല്പര്യമുണ്ട്. പക്ഷെ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാത്ത കുഴപ്പമാണ്. ഞാൻ എൻ്റെ ശൈലിയും സാഹിത്യവും അതുപോലെ തന്നെ മലയാള ശുദ്ധിയൊന്നും നിങ്ങൾ നോക്കണ്ട. പറഞ്ഞത് ഷാഫി മദ്ഹബിലെ ഫിഖിന്റെ ഗ്രന്ഥങ്ങൾ പരമാവധി നോക്കി അതിലുള്ള അഫ്ളലായ മുഅ്തമദായ രൂപമാണ് ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ച് തന്നത്. വല്ല അബദ്ധങ്ങളും പറഞ്ഞതിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഹസൻ ഉസ്താദ് ക്ലാസ് റൂമിലുണ്ട്. ഞാൻ ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യം ഹസൻ ഉസ്താദ് വിശദീകരിക്കും. ഇന്ന് എന്നെ കൊണ്ട് സാധിച്ചിട്ടില്ല. എന്നാൽ ആ ചോദിനൊരു ബറക്കത്തുണ്ടാവുമല്ലോ. എന്റെ ഉമ്മുറയ്യാന്റെ ഉമ്മ റജബ്, ഷഅബാൻ, റമളാൻ 3 മാസം നോമ്പ് നോച്ച് പിന്നെ 6ാം നോമ്പ് നോച്ച് ഇന്ന് പെരുന്നാൾ കൂടാൻ വേണ്ടി ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോ നമ്മൾ നോമ്പ് എല്ലാ നോമ്പും നമ്മൾ അങ്ങനെ 96ാം നോമ്പ് നോച്ചിട്ടില്ലെങ്കിലും അത് ഉണ്ടാക്കിയ ഭക്ഷണത്തിന്റെ ഒരു ബറക്കത്തുണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങോട്ട് നീങ്ങുകയാണ് ഇൻഷാ അല്ലാഹ്. വൈകുന്നേര സമയത്ത് ഞാനത് ഇന്നലെ ക്ലാസ് റൂമിൽ അവതരിപ്പിക്കാൻ തീരുമാനിച്ചതാണ്. പക്ഷെ അപ്പൊ ഇന്നലെ നമ്മള് ഏകദേശം 1 മണി കഴിഞ്ഞിരിക്കുന്നല്ലേ മുല്ലൂർക്കാര സക്കാത്ത് ഉസ്താദിന്റെ ലൈവ് കഴിഞ്ഞപ്പോ. ഞാൻ ഇന്നലെ രാത്രി 11 മണിക്ക് തന്നെ ക്ലാസ് റൂമിലേക്ക് എത്തി. നമ്മളെ ഈ മദ്ഹബ് മാറിയിട്ട് തോന്നിയ കൗലുകളുടെ പിന്നാലെ പോകുന്ന ഒരു സാഹചര്യം, അത് വളരെ ഒരു കല്ലും നെല്ലും വേർതിരിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ട ഗൾഫുകാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ക്ലാസ്സാണത്. ആ കൗല്, ഈ മദ്ഹബ്, മറ്റേ മദ്ഹബ്, അതിന്റെ പിന്നാലെ ഇതിന്റെ പിന്നാലെ അതൊരു വിവാദമല്ല. നമ്മുടെ ജീവിതത്തിൽ ഗൾഫുകാർ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു ക്ലാസ്സാണ്. അത് ഇന്നലെ എടുക്കണമെന്ന് വിചാരിച്ചു. പക്ഷെ അപ്പൊ ഇന്നലെ പിന്നെ ലൈവ് കഴിയാൻ കുറെ സമയം കഴിഞ്ഞു. ഇന്നും നമ്മുടെ ബുസ്താനാബാദിൽ നിന്ന് AP ഉസ്താദിന്റെ ഒക്കെ ലൈവ് ഉണ്ട്. വല്ലാതെ സമയം വൈകിയിട്ടില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് വേണമെങ്കിൽ ആ ഒരു ക്ലാസ് എന്റെ പ്രിയപ്പെട്ട ഗൾഫുകാർ സാധാരണക്കാര് എന്താപ്പ ഹനഫി മദ്ഹബ് സ്വീകരിച്ചൂര്, എന്താപ്പ മാലിക്കി മദ്ഹബാണ് ഞാൻ നിൽക്കുന്ന പള്ളിക്ക്, അംബലി മദ്ഹബാണ് ഞാൻ നിൽക്കുന്ന പള്ളിക്ക്, എന്താപ്പ മദ്ഹബ്, അങ്ങനെയൊക്കെ ഒരുപാട് സംശയങ്ങൾ. ഇൻഷാ അല്ലാഹ് അതൊരു കല്ലും നെല്ലും വേർതിരിക്കണം എന്ന ഒരു അതിയായ ആഗ്രഹത്തിലാണ് ഞാൻ ഉള്ളത് എന്ന് പറഞ്ഞ് എന്റെ സ്ഥലം ഉൾഭാഗത്താണ്. ഇവിടെ അടുത്ത പള്ളിയിലല്ല, കമ്പനി പ്രയർ റൂം ഉണ്ട്. അവിടെ മുമ്പ് അവർ നിസ്കരിക്കുന്ന ഭാഗത്ത് തിരിഞ്ഞ് അത് നിങ്ങൾ ഉറപ്പ് വരുത്തണം. കിബിലന്റെ ചർച്ച ഇപ്പൊ ചെയ്യാക്ക് നേരമില്ല. എന്താണ് ആവി കന്നു എന്താപ്പോ വായിക്കായില്ല. ഒരു കിബിലന്റെ വിഷയം ചോദിക്കുന്നുണ്ട്. ഓലിപ്പോ നിസ്കരിച്ചത് ശരിയാണ്. ഇപ്പൊ അങ്ങനെ എന്താ കിബില എങ്ങനെ തീരുമാനിക്കുക? ഇപ്പൊ റസൂലുള്ള നിസ്കരിച്ച മിഹ്റാബ്, പിന്നെ നമ്മൾ ചിന്തിക്കേണ്ട അവരഞ്ഞ് ആ മിഹ്റാബ് ശരിയാണോ തെറ്റാണോ എന്ന് ചിന്തിക്കേണ്ടതാണ്. കിബിലന്റെ ജിഹത്ത് മനസ്സിലാക്കുന്ന മസല വന്നത്. നമ്മളിപ്പോ റൂമിൽ ചെന്ന് എന്റെ മുമ്പുള്ളവരൊക്കെ അങ്ങനെ നിസ്കരിച്ചിരുന്നു. അതുകൊണ്ട് മാത്രം ഇപ്പൊ അവരെ കിബില ശരിയാണെന്ന് വയ്ക്കാവുന്നില്ല.
പിന്നെ ആ കിബില അവരുടെ കിബില ശരിയാണെന്ന് ഉറപ്പ് വരുത്തുന്ന ഒരു അവസ്ഥ. ഏതെങ്കിലും കിബില നോക്കാനൊക്കെ അറിയുന്ന ഉസ്താദുമാര് ചുറ്റുഭാഗത്ത് എവിടെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊണ്ടുവന്ന് അത് ഉറപ്പ് വരുത്തണം എന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തുന്നു. പിന്നെ പലോരും വടക്കം നോക്കിണ്ടല്ല, നമ്മളെ ഈ ഗൾഫിൽ നിന്ന് ഇറങ്ങുന്ന ചൈനന്റെ ഒക്കെ ഒരു കിബില നോക്കി അത് വെച്ച് അങ്ങനെയും കുറെയൊക്കെ നമുക്ക് കറക്റ്റ് ആക്കാം. അതുപോലെ തന്നെ ഈ മൊബൈലിൽ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, കിബില നോക്കുന്ന സോഫ്റ്റ്വെയർ. അത് പൂർണ്ണമായും ശരിയല്ലട്ടോ. കാരണം അത് നെറ്റ് വയ്ക്കാൻ അത് കിബിലന്റെ ദിശ കാണിച്ചു തരുന്നത്. ഒരു മിനിറ്റ്, നെറ്റ് വയ്ക്കാൻ അതിന്റെ കിബിലന്റെ അതിന്റെ ദിശ കാണിക്കുന്നത്. ഈ ഇടക്കിടക്ക് നെറ്റിലുള്ള എറർ എന്താവും, അത് ഇതിനെ ബാധിക്കുന്നുണ്ട് എന്നാണ്. അത് വലിയൊരു പഠനമാണ്. കോമ്പാസ്, അതായത് ഈ മൊബൈലിലൊക്കെ ഇങ്ങോട്ട് ഓപ്പൺ ആക്കിയാൽ ഒരു കിബിലമാരി ഇങ്ങോട്ട് വരും. അപ്പൊ അത് കാണാൻ അതിന്റെ സൂചി ഇങ്ങനെ ഇടക്ക് അളകിന് കാണാം. കാരണം അതിന് നെറ്റാണ് ഈ സൂചിയെ കിബിലയുടെ ദിശയിലേക്ക് തിരിക്കുന്നത്. നെറ്റിലുള്ള അതിന്റെ റേഞ്ചിന്റെ അതിന്റെ സ്പീഡിന്റെ കുറവ്, അത് പലപ്പോഴും എറർ കുടുങ്ങുക എന്നൊക്കെ എന്നെ സംബന്ധിച്ച് പറയാം. അതൊക്കെയും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഏതായിരുന്നാലും സമയം വാസ്തവത്തില് സുന്നത്തായ അമലുകൾ പറയുമ്പോൾ ഇത്ര സമയം കൂടാൻ പാടില്ല എന്നാണ് എന്റെ ശിഷ്ടം. വാസ്തവത്തിൽ ഞാൻ ഈ ക്ലാസ് എടുക്കാൻ എനിക്ക് താല്പര്യം എപ്പോഴാണെന്നറിയോ, നമ്മളെ മൗലിദിന്റെ മുമ്പേ. എന്താ കാരണം അവരൊരു 10-15 മിനിറ്റേ കുത്തുള്ളൂ. ഇപ്പൊ ഒരു 15 മിനിറ്റ് ഒരു വിഷയം കേൾക്കുമ്പോൾ അത് ഉൾക്കൊള്ളണം എന്നൊരു താല്പര്യം പലർക്കും വരും. കാരണം യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ മെമ്മറി 20 മിനിറ്റാണ് ഒരേ ചിന്തയിൽ നിൽക്കാനാണ്. 21ാമത്തെ മിനിറ്റ് ആവുമ്പോഴേക്ക് ചിന്ത മാറുന്നതാണ്. ഒരു മനുഷ്യന് എത്ര വലിയ ബുദ്ധിമാനാണെങ്കിലും ഒരു വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുക 20 മിനിറ്റാണ്. 21ാമത്തെ മിനിറ്റ് ആവുമ്പോഴേക്ക് ശ്രദ്ധ മാറുന്നതാണ് അതിന്റെ യഥാർത്ഥ ഒരു മനഃശാസ്ത്രന്മാര് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു സുന്നത്തൊക്കെ പറയുമ്പോ എപ്പോഴും ഒരു 10 മിനിറ്റ് കൊണ്ട് ഒരു സുന്നത്ത് പറയുക. പക്ഷെ ഇതൊരു പ്രധാനപ്പെട്ട വിഷയത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ മഹത്വങ്ങളൊക്കെ ഉൾക്കൊള്ളാനും നമ്മുടെ സൗദിയിലുള്ള ഒരുപാട് KMICയുടെ റേഡിയോ ശ്രോതാക്കള് രാവിലെ അത് പറയുമ്പോ ഞങ്ങൾക്ക് വല്ല സുബൈ ബാങ്ക് കൊടുക്കലുള്ളൂ, 4:30 ആയിട്ട് ഉണ്ടാവുമല്ലോ. മൗലുവിന്റെ ശേഷം പറയുകയാണെങ്കിൽ അൽഹംദുലില്ലാ ഞങ്ങളെ സുബൈസ്കാരക്കും കഴിഞ്ഞ് കത്തഞ്ചായക്കും കുടിക്കുന്നത് നേരാണ്. അപ്പൊ ഞങ്ങൾക്കും അത് കേൾക്കാമല്ലോ എന്ന് കുറെ ആൾക്കാർ അഭിപ്രായപ്പെട്ടപ്പോ ഒരു നിസ്കാരത്തിന്റെ തുടക്കം എന്നോണം തൽക്കാലം ഇപ്പോൾ ഇങ്ങോട്ട് മാറ്റിയതാണ്. അല്ലാഹു തആല പറഞ്ഞ എനിക്കും കേട്ടവർക്കും ഈ വിഷയങ്ങൾ പറയാനും കേൾക്കാനൊക്കെയും അവസരം നൽകിയ KMICക്കും KMICയുടെ പ്രവർത്തകർക്കും ഇതിന് തുടക്കം കുറിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദന്മാര് നേതാക്കന്മാര് എല്ലാവർക്കും അല്ലാഹു തആല ബറക്കത്ത് നൽകുമാറാവട്ടെ. KMICയുടെ ഒരുപാട് ശ്രോതാക്കളെ കാണാത്തവരുണ്ട്. അൽഹംദുലില്ലാ ഉസ്താദെ, ഞങ്ങളൊക്കെ അങ്ങനെ ആ സുന്നത്തുകളൊക്കെ പരിഗണിച്ചു നിസ്കരിച്ചു, ആ മഅ്ശറയിലെ ഫസ്റ്റിലെ ചോദ്യം വിജയിച്ചു, അത് കാരണം സ്വർഗത്തിലെത്തി എന്ന് ആ സ്വർഗത്തിൽ വെച്ച് കാണാനെങ്കിലും അല്ലാഹു തആല തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇത് മരുഭൂമിയാണ് ഉസ്താദെ, ആരുമില്ല ചോദിക്കാൻ, എന്റെ കൂട്ട് KMIC മാത്രമാണ് ഉസ്താദ്, പിന്നെ പറഞ്ഞു തന്നാൽ മതി. ഇൻഷാ അല്ലാഹ് അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനൊരു പരിഹാരം ഉണ്ടാക്കാം. എന്റെ നമ്പർ നിങ്ങളൊരു പറഞ്ഞ് യാവി കണ്ണൂരിൽ തന്നെ വായിക്കാൻ തോന്നുട്ടോ. ചിലപ്പോ ചെയ്യാൻ പറയും നിങ്ങൾ ഇംഗ്ലീഷ് വായിക്കാൻ പോകരുത് പയക്കുമ്പോഴേ. 37 ഭാഷ തരാം, ഞാൻ ഇംഗ്ലീഷ് വായിച്ചതിന് പയക്കുമ്പോ 37 ഭാഷ തരാം. അപ്പൊ ചിലപ്പോ എന്നോട് നിങ്ങൾ ഇംഗ്ലീഷ് വായിക്കാൻ പോകാൻ എന്താ അത് പയക്കനുണ്ട്. 37 പിന്നെ 9 വരെ പയക്കണ്, ഞാൻ 6 വരെ പോയിട്ടുള്ളൂ. അങ്ങനെ വ്യത്യാസമുണ്ട്. 37 9 വരെ പയക്കണ്, ഞാൻ 6 വരെ പോയിട്ടുള്ളൂ. അപ്പൊ 30 ഇന്നേക്കായും കുറച്ച് വായിക്കാൻ തരും. അപ്പൊ നിങ്ങൾ ഇംഗ്ലീഷ് വായിക്കാൻ എന്താണെന്നറിയാം. അപ്പൊ നിങ്ങൾ ആവി കണ്ണൂരിനെ വായിക്കാൻ നിൽക്കാറില്ല. ഏതായാലും എന്റെ നമ്പർ നിങ്ങളെയൊക്കെ അല്ലെങ്കിൽ ഒരു പണി ചെയ്യും. ക്ലാസ് റൂമിലുള്ള ഉസ്താദ് ആരോധകൻ ചോദിച്ചാൽ എന്റെ നമ്പർ കിട്ടും. അതിനുശേഷം നമുക്ക് പരിഹാരം കാണാം. കാരണം അവരൊരു നിസ്കാരത്തിന്റെ വിഷയമാണല്ലോ. മരുഭൂമിയിലാണ്, കിബിലറിയില്ല, എന്താ ചെയ്യുക. അല്ലാഹു തആല എന്തെങ്കിലുമൊക്കെ അങ്ങനെ മരുഭൂമി രാജ്യത്ത് നിങ്ങൾ പോയിട്ട് പിന്നെ നാട്ടിക്ക് പോരാതെ നിന്നിട്ടില്ലല്ലോ. ടിക്കറ്റ് എടുക്കാൻ പലരോടും നിങ്ങൾ ബന്ധപ്പെടാറില്ല. ഞാനൊരു അഭിപ്രായം പറയാണ്, മരുഭൂമിക്ക് പോയിട്ട് പിന്നെ നാട്ടിക്ക് പോരാതെ നിന്നിട്ടില്ല. നാട്ടിക്ക് പോകുമ്പോ ടിക്കറ്റ് ചോദിക്കാനൊക്കെ പലരും നമ്മൾ ബന്ധപ്പെടാറില്ല. അതേമാതിരി എന്റെ കിബിലന്റെ കാര്യമാണ്, ഒന്ന് ബന്ധപ്പെട്ടോക്കി എന്തെങ്കിലുമൊക്കെ ഒരു പരിഹാരം കിട്ടും. ഇൻഷാ അല്ലാഹ് ഏതായാലും നിങ്ങൾ ഫോൺ ചെയ്യും, അതിനനുസരിച്ച് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. ഹസൻ ഉസ്താദിന് നേരം ബൊഗ്ഗുണ്ടാവും, കുറെ നേരമായി ഉസ്താദ് വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ദുആ വസിയത്തോടെ ഹസൻ ഉസ്താദ് കൈ പൊക്കിയിരുന്നു, ഒഴിവാണെങ്കിൽ ബാക്കി കാര്യങ്ങൾ ഉസ്താദ് വിശദീകരിക്കുക. ഞാൻ മൈക്ക് ഊതുന്നു. ദുആ വസിയത്തോടെ. അസ്സലാം.